എക്സാം പോയിന്റ്. സോ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഓരോ പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ. സോ ആ മാറിയ പാറ്റേണുകളൊക്കെ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ കുറച്ച് ടഫ് ആവോ അല്ലെങ്കിൽ ഈസി ആയിരിക്കുമോ ഇത്തവണത്തെ ഓണം എക്സാം എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കും അല്ലേ. പക്ഷെ നിങ്ങൾ പേടിക്കേ വേണ്ട, നമുക്കിവിടെ ഓണം എക്സാമിൻ്റെ റാപ്പിഡ് റിവിഷനുമായിട്ട് ഞങ്ങളുടെ എക്സാം പോയിന്റ് ടീം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഈ ക്ലാസ് 7 ബേസിക് സയൻസിൽ എന്താണ് അതിൻ്റെ എക്സാം പാറ്റേൺ എന്നും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ആദ്യം തന്നെ നോക്കാം. പിന്നെ ഈ ഒരു റാപ്പിഡ് റിവിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്നിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് ലിസൺ ചെയ്യുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് എല്ലാം നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കിയാലോ എക്സാം പാറ്റേൺ. ഓക്കെ, സോ എക്സാം പാറ്റേൺ വരുമ്പോൾ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് എന്താണ്, അതിൻ്റെ ടൈമാണ് അല്ലേ. സോ ടൈം വരുന്നത് എത്രയാണ്, 2 hours 15 minutes ആണ് നമുക്ക് ടൈം വരുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂർ 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക അല്ലേ. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിയില്ലാത്ത ചോദ്യങ്ങളിലേക്ക് പോകേണ്ടത്. സോ ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൂൾ ഓഫ് ടൈമാണ്, നമ്മളൊന്ന് കൂളായിരിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിന് ക്വസ്റ്റ്യനുകളെല്ലാം വായിച്ചു നോക്കുക, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, അതിനുള്ള ടൈമാണ്. സോ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും വായിക്കാനും ആ 15 മിനിറ്റ് ഉപയോഗിക്കുക. ദെൻ ആൻസർ ഓൾ ദി 6 ക്വസ്റ്റ്യൻസ്. നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് ചോദ്യപേപ്പറിൽ. ആ 6 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ആൻസർ ഓൾ ദി സബ് ക്വസ്റ്റ്യൻസ് ഇൻ ഇറ്റ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതാണ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. സോ ആ സബ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അതായത് ഒരു ചോദ്യം മാത്രം ആൻസർ ചെയ്തിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ മാർക്ക് അവിടെ നഷ്ടമാവുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഫോർ ക്വസ്റ്റ്യൻസ് വിത്ത് ഇൻറ്റേർണൽ ചോയ്സ് ആൻസർ ഐദർ A or B. അതായത് ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് എന്തുണ്ടാവും, ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ടാവും അല്ലേ. അതായത് A അറിയാത്തവർക്ക് B എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു പാറ്റേൺ ഓഫ് സ്കീമിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എല്ലാ പോർഷൻസും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ പഠിക്കാത്ത പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല, പക്ഷേ ആ പോർഷനിൽ തന്നെ വേറൊരു രീതിയിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് അത് ആൻസർ ചെയ്യാം. അപ്പോൾ 2 ചോയ്സ് ഉള്ള ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ആൻസർ ചെയ്യുക. അതായത് നമുക്കറിയാം ഏറ്റവും നന്നായി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു ആൻസർ നിങ്ങൾ ചൂസ് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഇത്തവണത്തെ ഓണം എക്സാമിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഈ 4 ചാപ്റ്റേഴ്സാണ്. ഈ 4 ചാപ്റ്റേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, അത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ വറീഡാവണ്ട, ഈ 4 ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സോ ഫസ്റ്റ് വൺ ടുവേർഡ്സ് എ 100-fold yield എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് വൺ വരുന്നത് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആൻഡ് ദ തേർഡ് വൺ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ആൻഡ് ദ ഫോർത്ത് വൺ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്. അപ്പോൾ നമ്മൾ ഈ 4 ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ ലാസ്റ്റത്തെ ചാപ്റ്ററിലെ, അതായത് വെൻ ലൈറ്റ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അതായത് കുറച്ചേ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു 3 ചാപ്റ്റേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. കാരണം എന്താ, ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ചാപ്റ്റർ മെയിൻലി ഫോക്കസ് ചെയ്യുക. ദെൻ വെൻ ലൈറ്റ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾക്ക് എവിടെ വരെ എടുത്ത് നിർത്തിയിട്ടുണ്ടോ അതുവരെ നിങ്ങൾ നോക്കുക. സോ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ലെങ്കിൽ ഏത് ഞാൻ കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇനി വേണ്ട കേട്ടോ. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളും എന്താണെന്നും അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കൂടുതലായും വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകളുണ്ട് അല്ലേ. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകൾ? 2 സ്റ്റേറ്റ്മെൻറ്റ് തരും. അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ ശരിയായ ഏത്, അതായത് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതായത് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 1 is true or 2 is false. ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തേത് തെറ്റാണ്, 1ഉം 2ഉം തെറ്റാണ്, ഒന്നാമത്തേത് ശരിയും രണ്ടാമത്തേത് തെറ്റാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ 2 സ്റ്റേറ്റ്മെൻറ്റുകളും നല്ല രീതിയിൽ വായിച്ചു നോക്കുക.
അങ്ങനെ നല്ല രീതിയിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ആവും ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ശരിയാണ് ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് വറീഡ് ആവും അല്ലേ, കാരണം ഇതിനു മുന്നേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകളൊന്നും അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലേ. സോ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട, കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുകൾ വളരെ ഈസിയാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് തെറ്റ് ശരി എന്ന് കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. ദ സ്റ്റേമൻ ഓഫ് എ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ ആർ റിമൂവ്ഡ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എവിടെയാണോ ചെയ്യുന്നത് ആ ഒരു ഫ്ലവറിലെ സ്റ്റേമൻ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറിലെ സ്റ്റേമൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് സ്റ്റേമൻ ഓഫ് ദ ഫ്ലവർ ആർ റിമൂവ്ഡ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ സ്റ്റേമൻ റിമൂവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലേ, സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ സ്റ്റേമൻ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ രണ്ടും സ്റ്റേമനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. അതായത് ഫ്ലവറിലെ സ്റ്റേമനെ കുറിച്ചിട്ടാണ് ഈ രണ്ട് കാര്യത്തിലും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റേമൻ എന്ത് ചെയ്യും, ഈസ് ടു ബി ഡൺ ആർ റിമൂവ്ഡ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അങ്ങനെ റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് ഇന്ന് നോക്കാം അല്ലേ. ആദ്യം പറഞ്ഞിരിക്കുന്നത് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ് എന്നാണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമെന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനോ 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തേത് എന്താ ശരിയാണെന്ന്. ഓക്കെ, അതാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കി, 1, 2 ആർ ട്രൂ, രണ്ടും ശരിയാണ്. ആൻഡ് 2 ഈസ് നോട്ട് എ റീസൺ ഓഫ് 1, രണ്ടാമത്തേത് ഒന്നാമത്തേതിൻ്റെ കാരണമല്ല എന്നാണ് ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ, 1ഉം 2ഉം ശരിയാണ്, 1 ആൻഡ് 2 ആർ ട്രൂ ആൻഡ് 2 ഈസ് എ റീസൺ ഓഫ് 1. ഓക്കെ, 1ൻ്റെ റീസൺ ആണ് എന്താ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഞാനിവിടെ വേറൊരു വേരിയേഷൻ കളർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് അല്ലേ. അതല്ലാതെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുമ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റേമൻ റിമൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അതിനോടൊപ്പം തന്നെ എന്തിനു വേണ്ടി അത് റിമൂവ് ചെയ്യുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അതായത് ആ ഒരു ഫ്ലവറിൽ സെൽഫ് പോളിനേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓരോ ക്വസ്റ്റ്യനുകളും ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ മിസ്സിംഗ് സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ബഡിങ്. ആർട്ടിഫിഷ്യൽ ബഡിങ്ങിൻ്റെ മിസ്സിംഗ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ബഡിങ് എന്താണെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം, എന്നാലല്ലേ നമുക്കതിൻ്റെ സ്റ്റേജസ് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം ഓരോ മെത്തേഡിനും ഓരോ സ്റ്റെപ്പുകളുണ്ട് അല്ലേ. ആ സ്റ്റേജസ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. അതിപ്പോൾ ബഡിങ് ആയാലും ഹൈബ്രിഡൈസേഷൻ ആയാലും ഒക്കെ, അതുപോലെ ലെയറിങ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ആ ടോപ്പിക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റേജ് 1 ഇവിടെ മിസ്സിംഗ് ആണല്ലേ. സ്റ്റേജ് 1 മിസ്സിംഗ് ആണ്. സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റേജ് 1 തന്നിട്ടുണ്ടാവും, സ്റ്റേജ് 2 ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത്? സ്റ്റേജ് 1 ഇല്ല അല്ലേ. ദെൻ സ്റ്റേജ് 2 തന്നിട്ടുണ്ട്. അതെന്താ തന്നിരിക്കുന്നത്? മേക്ക് എ T-shaped cut on the plant on which the bud is to be placed and leave the bark open. ഓക്കെ, അതായത് നമുക്ക് പ്ലാന്റിൽ എവിടെയാണോ ബഡ് പ്ലേസ് ചെയ്യാനായിട്ടുള്ളത്, ആ ബഡ് എവിടെയാണോ പ്ലേസ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു പോർഷനിൽ നമ്മൾ T-shape ആയിട്ടുള്ള ഒരു കട്ട് മേക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ലീവ് ദ ബാർക്ക് ഓപ്പൺ, ആ ബാർക്ക് ഏരിയ ഓപ്പൺ ആയി തന്നെ വെക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി
തേർഡ് സ്റ്റേജ് നിങ്ങൾ നോക്കി, തേർഡ് സ്റ്റേജ് എഗെയിൻ മിസ്സിംഗ് ആണ്. അവിടെയും നമുക്കറിയില്ല. സ്റ്റേജ് 3യും നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യാനായിട്ടുണ്ട്. ദെൻ സ്റ്റേജ് 4 എന്താ, റാപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബഡ് ഈസ് എക്സ്പോസ്ഡ്. ഓക്കെ, ബഡ് എക്സ്പോസ്ഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റാപ്പ് ചെയ്ത് വെക്കണം, കവർ ചെയ്ത് വെക്കണം. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന 4 സ്റ്റേജസ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജും തേർഡ് സ്റ്റേജും മിസ്സിംഗ് ആണ്. അപ്പം നമുക്ക് ആ മിസ്സിംഗ് ആയിട്ടുള്ള സ്റ്റേജസ് നോക്കാം. സ്റ്റേജ് 1, കട്ട് ദ ബഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്. ആദ്യം തന്നെ നമ്മൾ ടി ഷേപ്പ് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ആദ്യം തന്നെ നമ്മൾ ബഡ് കട്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ടി ഷേപ്പ് ആയിട്ടുള്ളൊരു മാർക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റേജ് 1 എന്താണ്, കട്ട് ദ ബഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്. 2 ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബഡ് കട്ട് ചെയ്യുക. ദെൻ സ്റ്റേജ് 3 ആണ്, ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ ടി ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക്. അപ്പോൾ സ്റ്റേജ് 2 ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് മിസ്സോടെ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാത്തത്. സ്റ്റേജ് 3 എന്താ വരിക, നമ്മൾ ആ ടി ഷേപ്ഡ് കട്ടിലേക്ക് ആ ബഡ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അവിടെ നമുക്ക് അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ 2 സ്റ്റേജസും ഓർത്ത് വെക്കണേ. അതായത് നമുക്ക് ബഡ്ഡിങ്, ലെയറിങ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഹൈബ്രിഡൈസേഷൻ, ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കി വെക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. അതായത് നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിൽ കറക്റ്റ് പെയർ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് എപ്പികൾച്ചർ എന്നാണ്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് റയറിങ് ഫിഷിങ് അല്ലേ. ഫിഷിനെ നമ്മൾ റയർ ചെയ്യുന്നതിനെ എപ്പികൾച്ചർ എന്ന് പറയുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ക്യൂണികൾച്ചർ. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറിങ് റാബിറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫ്ലോറികൾച്ചർ, റയറിങ് ഹണി ബി, പിസികൾച്ചർ, ഗ്രോയിങ് ഫ്ലവർ. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലേ, ഇതിൽ കറക്റ്റായിട്ട് ആകെ ഒരെണ്ണേ ഉള്ളൂ. അതുമാത്രമല്ല ഇവിടെ കറക്റ്റ് പെയറായിട്ടുള്ള രീതിയിലല്ല ഇത് ഓരോന്നും കൊടുത്തിരിക്കുന്നതെന്നും നമുക്കറിയാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഓരോന്നിനെയും, ഇപ്പം എപ്പികൾച്ചർ എന്താണ്, ക്യൂണികൾച്ചർ എന്താണ്, ഫ്ലോറികൾച്ചർ എന്താണ്, അതുപോലെ തന്നെ പിസികൾച്ചർ എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ നമുക്കതൊന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറിങ് ഓഫ് ഹണി ബീസ്, അതായത് ഹണി ബീസിനെ നമ്മൾ റയർ ചെയ്യുന്നത്, വളർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അതേസമയം റയറിങ് റാബിറ്റ്സിനെ റയർ ചെയ്യുന്നതിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. ക്യൂണികൾച്ചർ മീൻസ് റയറിങ് ഓഫ് റാബിറ്റ്സ് എന്നാണ്. ദെൻ ഫ്ലവേഴ്സ് റയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ. ഓക്കെ, ഫ്ലോറികൾച്ചർ. ആൻഡ് ദ ലാസ്റ്റ് വൺ, റയറിങ് ഫിഷസിനെയും റയർ ചെയ്യും അല്ലേ, നമുക്കറിയാം. അപ്പോൾ റയറിങ് ഫിഷസിനെ നമ്മൾ പറയുന്ന പേരെന്താ, പിസികൾച്ചർ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പേര് നോക്കുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം. ഏതാണ്, ക്യൂണികൾച്ചർ എന്ന് പറയുന്നതാണ് അല്ലേ. ക്യൂണികൾച്ചർ, അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ക്യൂണികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, റാബിറ്റ്സിനെ റയർ ചെയ്യുന്നതാണ്. അതുമാത്രമാണ് ഇവിടെ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹൗ വെജിറ്റബിൾ പ്ലാന്റ്സ് can be protected by mechanical control, explain with an example. അതായത് നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾ പ്ലാന്റ്സിനെ മെക്കാനിക്കൽ കൺട്രോൾ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും അതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ടാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് അറിയണം, അതിനുശേഷം അതിൻ്റെ ഒരു എക്സാമ്പിൾ അറിയണം അല്ലേ. അതായത് മെക്കാനിക്കൽ കൺട്രോൾ എന്താണ് എന്നറിയാത്ത ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. സോ ആദ്യം തന്നെ നമുക്ക് മെക്കാനിക്കൽ കൺട്രോൾ എന്താണെന്ന് നോക്കാം, അതിനുശേഷം അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഓക്കെ, മെക്കാനിക്കൽ കൺട്രോൾ. Okay, so method of controlling pests by removing them manually or using trap is called mechanical control. അതായത് നമ്മൾ പെസ്റ്റുകളെ മെക്കാനിക്കലി അല്ലെങ്കിൽ മാനുവലി കൺട്രോൾ ചെയ്യുന്നതിനെ, അതായത് ട്രാപ്പുകൾ ഉപയോഗിച്ചോ അങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ,
മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ കൺട്രോളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ഫെറമോൺ ട്രാപ്പിനെയാണ് അല്ലേ. ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അത് നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. സോ ആ ഒരു ട്രാപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസെക്റ്റിനെ എല്ലാം ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു. അതായത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോളിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ ഈ ഇൻസെക്ട്സിൻ്റെ ആ ഒരു ഏരിയാസ്, അതുപോലെ തന്നെ അതായത് കൺട്രോളിങ്, നമ്മളെങ്ങനെയെല്ലാം ഈ ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാം, മെക്കാനിക്കൽ കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ആ ഏരിയാസ് എല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ലേഡി ബഗ് ആൻഡ് ട്രൈക്കോഗ്രാമ എന്ന് പറയുന്ന 2 ഇൻസെക്റ്റുകളാണ് ബയോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസെക്റ്റുകൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ആസിഡിനെ കുറിച്ചും അതുപോലെ തന്നെ മെറ്റൽസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക? ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. The gas produced when acid react with metal. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുവാണല്ലേ. അപ്പോൾ ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ വരിക അല്ലേ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? കാർബൺ ഡയോക്സൈഡ്, ദെൻ നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ, ആൻഡ് ദ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ് നമുക്ക് വരിക? ഹൈഡ്രജൻ ആണ് വരിക അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ആൻസർ ചെയ്യാമല്ലോ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്താൽ എന്താ വരിക? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, the next question, some acid and their uses are listed below. Complete the table. അതായത് ചില ആസിഡ്സും അതിൻ്റെ യൂസസും ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ ചിലത് എന്താണ്? മിസ്സിംഗ് ആണല്ലേ. ആ മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന അസറ്റിക് ആസിഡാണ്. അതിൻ്റെ യൂസേജ് ഇവിടെ മിസ്സിംഗ് ആണല്ലേ. നമുക്കറിയില്ല അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അല്ലേ, മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ദെൻ നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം പെയിൻറ്റ്, ഡൈസ് അതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നൈട്രിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ടാനിക് ആസിഡ് ആണ്. പക്ഷേ ടാനിക് ആസിഡ് ഇവിടെ മിസ്സിംഗ് ആണല്ലേ. അപ്പോൾ അസറ്റിക് ആസിഡും ടാനിക് ആസിഡിൻ്റെയും ബ്ലാങ്ക്സ്, അതായത് യൂസസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. അത് നോക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സി പാർട്ടിൽ വന്നിരിക്കുന്നത്. സിയിൽ എന്താണ് സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? യു നോ ദാറ്റ് മീഥൈൽ ഓറഞ്ച് ഈസ് ആൻ ഇൻഡിക്കേറ്റർ. നമുക്കറിയാം നമ്മൾ ആസിഡ് ഏതാ ബേസ് ഏതാ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് എന്ത്? മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. സോ ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ acid and bases using methyl orange? Okay, methyl orange ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ആസിഡ് ഏതാ ബേസ് ഏതാ എന്നൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രജൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹൈഡ്രജനാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. അതിനുശേഷം അസറ്റിക് ആസിഡും അതുപോലെ ടാനിക് ആസിഡിൻ്റെയും പോർഷനായിരുന്നു മിസ്സിങ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ അസറ്റിക് ആസിഡും ടാനിക് ആസിഡും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ആൻഡ് എ ഫ്ലേവറിങ് ഏജൻറ്റ്. അതായത് ഫ്ലേവർ തരാനായിട്ടുള്ള ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളൊരു പ്രിസർവേറ്റീവ് ആയിട്ടും നമ്മൾ എന്തിനെ ഉപയോഗിക്കാറുണ്ട്? അസറ്റിക് ആസിഡിനെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ടാനിക് ആസിഡാണ്. ടാനിക് ആസിഡിൻ്റെ ഉപയോഗം എന്താ? to make chemical fertilizers. Okay, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്, ഡൈ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ടാനിക് ആസിഡ്. സോ ഓരോ ആസിഡും അതിൻ്റെ
യൂസ് ഏജൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ഒരു ടേബിൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഷുവറായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, സോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ആൻഡ് ഫ്ലേവറിങ് ഏജൻ്റ് ആണ്. അതേസമയം ടാനിക് ആസിഡ് ആണെങ്കിൽ ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെയിൻറ്റ്സ് ആൻഡ് ഡൈ. ഓക്കെ, അത്രയും ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഥൈൽ ഓറഞ്ച് ഒരു pH ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഏത് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. സോ ഈ മീഥൈൽ ഓറഞ്ച് ഒരു pH ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ കളർ ചേഞ്ച് അനുസരിച്ചാണ് നമ്മൾ അസിഡിക് ആണോ ബേസിക് ആണോ സൊല്യൂഷൻ എന്ന് നിർണ്ണയിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ആസിഡിക് സൊല്യൂഷനും ബേസിക് സൊല്യൂഷനും മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ വേരിയേഷൻ വരുന്നതെന്ന്. അതായത് നമുക്ക് അസിഡിക് സൊല്യൂഷൻ ആണുള്ളതെങ്കിൽ മീഥൈൽ ഓറഞ്ച് എന്തായി മാറും? റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായി മാറും. ഓക്കെ, അതായത് ജസ്റ്റ് ഇമാജിൻ ഇവിടെ നമുക്കൊരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്തേക്കുവാണ്. ഓക്കെ, അതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു. ഞാനൊരു ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ആ മീഥൈൽ ഓറഞ്ച് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ റെഡോ അല്ലെങ്കിൽ പിങ്കോ ആയി മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്? അസിഡിക് ആണല്ലേ. അതേസമയം ഞാനിപ്പോൾ തന്നിരിക്കുന്ന സൊല്യൂഷൻ ഞാൻ ആ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ യെല്ലോ കളർ ആയെങ്കിൽ നമുക്ക് പറയാം നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ബേസിക് ആണ്. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ ആസിഡിനും ബേസിനും എന്താണ് കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, details of an experiment conducted in class using 3 solutions are given below. നമ്മളിവിടെ 3 സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2 ആൻഡ് സൊല്യൂഷൻ 3. ഈ 3 സൊല്യൂഷൻസിനും നമ്മൾ ബേസ് ചെയ്തിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രോപ്പറായി ആൻസർ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ സൊല്യൂഷൻ 1-ൽ മുക്കിയപ്പോൾ അതെന്തായി മാറി? ബ്ലൂ കളറായി മാറി അല്ലേ. അതായത് റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ സൊല്യൂഷൻ 1-ൽ മുക്കിയപ്പോൾ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തപ്പോൾ അത് എന്ത് കളറിലായിട്ടാണ് മാറിയെന്ന് നോക്കുക കേട്ടോ. റെഡ് ബ്ലൂ ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ ടർമറിക് സൊല്യൂഷൻ 2-ലേക്ക് ആഡ് ചെയ്തപ്പോൾ ടർമറിക് നമ്മൾ എന്ത് ചെയ്തു? സൊല്യൂഷൻ 2-ലേക്ക് ആഡ് ചെയ്തു. സൊല്യൂഷൻ 2-ലേക്ക് ടർമറിക് ആഡ് ചെയ്തപ്പോൾ അത് റെഡ് കളറായി. ഓക്കെ, ദെൻ വെൻ ഫിനോഫ്തലിൻ വാസ് ആഡഡ്, നമ്മൾ ഫിനോഫ്തലിൻ എന്തിലേക്ക് ആഡ് ചെയ്യുന്നു? സൊല്യൂഷൻ 3-ലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, സൊല്യൂഷൻ 3-ലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ അത് എന്ത് കളറായി മാറി? പിങ്ക് കളറായി മാറി. അപ്പോൾ ഈ 3 സൊല്യൂഷനിലും എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഓൾറെഡി ഈ 3 പോയിന്റുകളിലൂടെയും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ട് ദ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ലൈക്ലി ടു ബി സൊല്യൂഷൻ 1, 2 ആൻഡ് 3. സൊല്യൂഷൻ 1-ഉം 2-ഉം 3-യും എല്ലാം എന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് ഗ്രൂപ്പിലായിരിക്കും അത് പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ഇല്ലേ, അത് ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് സൊല്യൂഷൻ 1 ആസിഡ് ആണെന്ന്, സൊല്യൂഷൻ 2 ആസിഡ്, ദെൻ സൊല്യൂഷൻ 3 വരുന്നത് ബേസ് ആണ്. ബി വരുമ്പോഴോ സൊല്യൂഷൻ 1 ബേസ്, സൊല്യൂഷൻ 2 ബേസ് ആണ്, സൊല്യൂഷൻ 3 ആസിഡ് ആണ്. അപ്പോൾ 1, 2, 3 അത് ആസിഡ് ബേസ് ആവാം അല്ലെങ്കിൽ ബേസ് ആസിഡ്, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ, ഇവിടെ എന്തായിരിക്കും ഈ സൊല്യൂഷൻ 1, 2 ആൻഡ് 3 വരുന്നത്? നമുക്ക് പറയാം ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. കാരണം ഓപ്ഷൻ സി ആയി പറയാൻ കാരണം എന്താ? നമുക്കറിയാം, ഇപ്പം നമുക്ക് ബാക്കിലേക്ക് പോവാം അല്ലേ. ഇവിടെ നോക്കി, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറിയെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബേസിനെയാണ്, അല്ലെങ്കിൽ ബേസിൻ്റെ പ്രസൻസിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനോഫ്തലിൻ നമ്മൾ ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്തപ്പോൾ അത് പിങ്ക് കളറായി മാറി. ഓക്കെ, ഫിനോഫ്തലിൻ ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ അത് പിങ്ക് കളറായ നമുക്ക് കൺഫേം ആയിട്ടും പറയാം അതെന്താണ്? ബേസ് ആണ്. കാരണം ആസിഡിലേക്കായിരുന്നു നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതെന്തായി മാറിയേനെ? കളർലെസ് ആയി പോയേനെ. അപ്പം നമുക്കിത് പറയാം, അതായത് ബേസ് എന്ന് പറയാം അല്ലേ, ബേസ് എന്ന് പറയാം. ഓക്കെ,
ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബേസ് എന്ന് പറയാം. സെക്കൻഡ് വൺ എങ്ങനെയാണ് നമുക്ക് ബേസ് എന്ന് മനസ്സിലായത്? ടർമറിക് ആഡ് ചെയ്തപ്പോൾ തന്നെ ആ സൊല്യൂഷൻ എന്തായിപ്പോയി, റെഡ് കളറായിപ്പോയി. സോ നമുക്ക് ഈസി ആയി പറയാം അത് ബേസ് ആണെന്ന്. സോ എപ്പോഴാണ് ഒരു സൊല്യൂഷൻ ബേസ് ആവുന്നതെന്നും ആൽക്കലി ആവുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. ലിറ്റ്മസ് പേപ്പറിൽ എങ്ങനെയാണ് കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. റെഡ് ബ്ലൂ ആയാൽ ബേസ് ആണ്, ബ്ലൂ റെഡ് ആയി കഴിഞ്ഞാൽ അത് ആസിഡ് ആണ്. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷനായി പഠിച്ചു വെക്കരുത്, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഫിനോഫ്തലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫിനോഫ്തലിൻ ആസിഡിൽ ആഡ് ചെയ്താൽ കളർലെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ആഡ് ചെയ്താൽ എന്തായിരിക്കും, പിങ്ക് ആയിരിക്കും. നമ്മൾ പിന്നെ മീഥൈൽ ഓറഞ്ചിൻ്റെ കേസ് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ നമുക്ക് ബി പാർട്ട് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തല്ലേ. ബി പാർട്ട് ഓൾറെഡി ആൻസർ ചെയ്തതാണ്. നമുക്ക് എന്താ, vinegar and clear baking soda solutions are kept in separate beaker. Write an experiment to identify the solution using phenolphthalein. അതായത് ബി പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റിനെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ് ബി പാർട്ടിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മളൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ സബ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. എ ബി സി അങ്ങനെ സബ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. ഈ സബ് ക്വസ്റ്റ്യനുകൾ കൂടി നമ്മൾ ആൻസർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വിനീഗർ ആൻഡ് ക്ലിയർ ബേക്കിംഗ് സോഡ ആർ കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബീക്കേഴ്സ്. വിനീഗറും ഉണ്ട്, നമുക്ക് ബേക്കിംഗ് സോഡയും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തേക്കുക, സെപ്പറേറ്റ് ബീക്കേഴ്സിൽ പ്ലേസ് ചെയ്തേക്കുവാണല്ലേ. റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദി സൊല്യൂഷൻ യൂസിങ് ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സൊല്യൂഷനും ഇതിലേതാണ് വിനീഗർ എന്നും ഇതിലേതാണ് ബേക്കിംഗ് സോഡയെന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് എഴുതുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ വിനീഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നമുക്കറിയാം അല്ലേ. വിനീഗറിൻ്റെ വേറൊരു പേരെന്താ, അസറ്റിക് ആസിഡ് എന്നാണ്. അസറ്റിക് ആസിഡ്. അപ്പം തന്നെ മനസ്സിലായി വിനീഗർ എന്താണ്, ആസിഡാണ്. ഇനി ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ ആക്ച്വലി എന്താണ്, ബേസും ആണല്ലേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു വേരിയേഷൻ സംഭവിക്കുന്നതെന്നും ഇതുപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇത് ആസിഡാണോ ബേസ് ആണോ അല്ലെങ്കിൽ ഏത് ബീക്കറിലാണ് വിനീഗർ ഏത് ബീക്കറിലാണ് സോഡ ബേക്കിംഗ് സോഡ എന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ടല്ലേ. അതെന്താ, എയിം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ലക്ഷ്യമാണല്ലേ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, അതാണ് എയിമിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ ഏതൊരു പരീക്ഷണം ചെയ്യാനും നമുക്ക് എന്ത് വേണം, കുറേ മെറ്റീരിയൽസ് വേണം, കുറേ കാര്യങ്ങൾ വേണം അല്ലേ. ആ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെറ്റീരിയൽസ് റിക്വേർഡിൽ കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ കൊടുക്കേണ്ടത്, പ്രൊസീജിയറാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, അതാണ് പ്രൊസീജിയറിൽ പറയുന്നത്. ദെൻ പ്രൊസീജിയറും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ കൊടുക്കേണ്ടത്, കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ഈ ഒരു പരീക്ഷണം ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഒബ്സർവേഷനിൽ കൊടുക്കേണ്ടത്. സോ എപ്പോഴും നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് വിവരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ഈ ഒരു ഫോർമാറ്റിന് തന്നെ മാർക്കുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എയിമോ പ്രൊസീജിയറോ അതൊക്കെ എഴുതുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കറക്ഷൻസോ മിസ്റ്റേക്കോ വന്നെങ്കിലും ആ എയിം, പ്രൊസീജിയർ, ദെൻ നമുക്കറിയാം എയിം, മെറ്റീരിയൽ റിക്വയർഡ്, ദെൻ പ്രൊസീജിയർ, അവസാനം ഒബ്സർവേഷൻ. ആ ഒരു പാറ്റേണിൽ പോകുന്നത് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ എയിം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ബീക്കറിൽ ഏതാണ് വിനൈഗർ ഏതാണ് ബേക്കിംഗ് സോഡ എന്ന് കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ എഴുതുക. ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ വിനീഗർ സൊല്യൂഷൻ ആൻഡ് എ ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ യൂസിങ് ഫിനോഫ്തലിൻ ആസ് ആൻ ഇൻഡിക്കേറ്റർ. നമുക്കിവിടെ ഫിനോഫ്തലിൻ ആണ് ഇൻഡിക്കേറ്റർ ആയി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫിനോഫ്തലിൻ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഏതാണ് ബേക്കിംഗ് സോഡ ഏതാണ് വിനീഗർ എന്ന് കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മളിവിടെ എഴുതി അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, മെറ്റീരിയൽസ് റിക്വയർഡ് അല്ലേ. അപ്പോൾ മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചില ക്വസ്റ്റ്യനുകളിൽ തന്നെ ആൻസറുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ എഴുതാം, മെറ്റീരിയൽസ് റിക്വയർഡിൽ ഓൾറെഡി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്താ, വിനീഗറും ബേക്കിംഗ് സോഡയും ഫിനോഫ്തലിനും. അത് എഴുതാം അല്ലേ. 3 കാര്യങ്ങൾ എഴുതാം. കാരണം വിനീഗർ ഉപയോഗിക്കണം,
ബേക്കിംഗ് സോഡ ഉപയോഗിക്കണം, ഫിനോഫ്തലിൻ ഉപയോഗിക്കണം. സോ ഈ 3 കാര്യങ്ങളും നമുക്ക് എന്തായാലും വേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് 3 എഴുതി വെക്കാം. വിനീഗർ, ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഫിനോഫ്തലിൻ. പിന്നെ ഈ വിനീഗറും ബേക്കിംഗ് സോഡയിലേക്കും നമ്മൾ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന പോലെ അങ്ങനെ തന്നെ നമുക്ക് കമത്താൻ പറ്റില്ല അല്ലേ, അങ്ങനെ തന്നെ അതിലേക്ക് ഒഴിക്കാൻ നമുക്ക് പറ്റില്ല. എന്ത് നമ്മൾ യൂസ് ചെയ്യണം, ഒരു ഡ്രോപ്പർ യൂസ് ചെയ്യണം. ഡ്രോപ്പർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ഡ്രോപ്പ് ആയിട്ടായിരിക്കും ആ ഒരു സൊല്യൂഷൻ ആ ഒരു ബീക്കറിലേക്ക് വീഴുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൂടി യൂസ് ചെയ്യണം, ഡ്രോപ്പർ യൂസ് ചെയ്യണം. പിന്നെ ഈ 2 സൊല്യൂഷനും നമ്മൾ 2 ബീക്കറിലായിരിക്കില്ല എടുത്തിരിക്കുന്നത്. അതായത് ഒരു ബീക്കറിൽ എ എന്ന് മാർക്ക് ചെയ്യുക, ഒരു ബീക്കറിൽ ബി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 ബീക്കറിലും നമ്മൾ ആദ്യത്തെ ബീക്കറിൽ ഇപ്പോൾ വിനീഗറാണ് എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബീക്കറിൽ സൊല്യൂഷൻ എന്തായിരിക്കും, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ബീക്കറുകളും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്, വിനീഗർ. സെക്കൻഡ് വൺ എന്താണ്, ബേക്കിംഗ് സോഡ. തേർഡ് വൺ എന്താണ്, ഫിനോഫ്തലിൻ. ഇത് ആർക്കും ഒരു ഡൗട്ട് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ വേണം എന്നുള്ളത് ആ എക്സ്പെരിമെൻറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇനി 2 അഡീഷണൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബീക്കർ, നമുക്കത് ഒഴിച്ച് വെക്കാനായിട്ടൊരു പാത്രം വേണം അല്ലേ, അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബീക്കർ. ദെൻ എന്ത് ചെയ്യണം, ഡ്രോപ്പർ അല്ലേ, നമുക്കത് ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു ഡ്രോപ്പറും കൂടി വേണം. അതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് പ്രൊസീജിയറിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകാം കേട്ടോ. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നിങ്ങളങ്ങ് സങ്കല്പിച്ചേക്കുക. ആദ്യം തന്നെ നമ്മൾ 2 ബീക്കർ എടുക്കുക, ബീക്കർ എ ആൻഡ് ബീക്കർ ബി. അപ്പോൾ ഇതാണ് നമ്മുടെ ബീക്കർ എ, ഇതാണ് നമ്മുടെ ബീക്കർ ബി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലീൻ ആക്കിയിട്ടുള്ള 2 ബീക്കർ എടുക്കുകയാണ്. അതേസമയം പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്ലീൻ ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റാണ് ചെയ്യുന്നത്. സോ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ബീക്കേഴ്സ് എടുക്കുക. ദെൻ കുറച്ച് എമൗണ്ട് വിനീഗർ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, ബീക്കർ എയിൽ ഒഴിക്കുക. ബീക്കർ എയിൽ നമ്മൾ എന്ത് ചെയ്തു, വിനീഗർ സൊല്യൂഷൻ ഒഴിച്ചു. ബീക്കർ എയിൽ നമ്മൾ വിനീഗർ സൊല്യൂഷൻ ഒഴിക്കുന്നു, ബീക്കർ ബിയിൽ നമ്മൾ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ബീക്കർ എയിൽ വിനീഗറും ബീക്കർ ബിയിൽ എന്താണ്, വിനീഗർ സൊല്യൂഷൻസും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ pour a small amount of clear baking soda into the beaker B. അത് ഓൾറെഡി നമ്മൾ ചെയ്തു അല്ലേ. ബീക്കർ ബിയിലേക്ക് എന്ത് ചെയ്തു, ബേക്കിംഗ് സോഡ ഒഴിച്ചു. ദെൻ ബീക്കർ എയിലേക്ക് വിനീഗർ സൊല്യൂഷൻ ഒഴിച്ചു. ഇനി നെക്സ്റ്റ് വൺ, ആഡ് 2-3 ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ. നമ്മൾ എന്ത് ചെയ്യുക, 2 ബീക്കറിലേക്കും 2 തുള്ളി ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ബീക്കർ ബിയിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബീക്കർ എയിലും ആഡ് ചെയ്തു, ബീക്കർ ബിയിലും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സൊല്യൂഷൻ അതായത് ഫിനോഫ്തലിൻ സൊല്യൂഷൻ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളതിലെ കളർ ചേഞ്ച് നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ 2 സൊല്യൂഷനിലേക്കും നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ വരുന്ന കളർ ചേഞ്ചിലൂടെ ഏതാണ് വിനീഗർ എന്നും ഏതാണ് ബേക്കിംഗ് സോഡ എന്നും മനസ്സിലാക്കാം. ബേക്കിംഗ് സോഡ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കളർ ചേഞ്ച് ഉണ്ടാവുക, അവിടെ പിങ്ക് കളറായി മാറിയിട്ടുണ്ടാവും. നമ്മൾ ആ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ സൊല്യൂഷൻ എന്തായി കാണും, പിങ്ക് കളറായി മാറിയിട്ടുണ്ടാവും. അതേസമയം നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്ത്, വിനീഗർ. കാരണം വിനീഗർ എന്താണ്, ആസിഡാണ്. ആസിഡിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്താൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവോ, ഇല്ല അല്ലേ. കളർ ചേഞ്ച് ഒന്നും ഇല്ലാതെ അത് അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ നിങ്ങളൊരു ബേസിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അതെന്തായി മാറും, പിങ്ക് കളറായിട്ട് മാറും കേട്ടോ. പിങ്ക് കളറായിട്ട് മാറുമെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ, എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വൺ. ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആണോ, അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ചെയ്താണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബസിലസ്. കേർഡ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അല്ലേ, തൈരല്ലേ. ഈ കേർഡിൽ ഒരു ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയയുടെ പേര് ലാക്ടോബസിലസ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ആസിഡ് ഫൗണ്ട് ഇൻ ലെമൺ ഈസ് ലാക്റ്റിക് ആസിഡ്. ലെമണിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണോ, അല്ല. നമുക്കറിയാം
ആസിഡ് ഫൗണ്ട് ഇൻ ലെമൺ എന്താണ് ആക്ച്വലി സിട്രിക് ആസിഡ് ആണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായത് തെറ്റാണെന്നല്ലേ, സിട്രിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡിന് ഒരു സോർ ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ആസിഡ് എടുത്ത് കഴിക്കാനല്ല. നമുക്കറിയാം ആസിഡിൻ്റെ ടേസ്റ്റ് എന്താണ്, ഒരു സോറായിട്ടുള്ള, ഇപ്പോൾ സിട്രിക് ആസിഡ്, ലെമൺ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, ഒരു സോറായിട്ടുള്ള ടേസ്റ്റാണ് അതിനുള്ളത്. സോ ആസിഡ്സിന് എന്താ ടേസ്റ്റാണ് ഉള്ളത്, സോർ ടേസ്റ്റ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ, ആസിഡ് ഫൗണ്ട് ഇൻ ആപ്പിൾ ഈസ് സിട്രിക് ആസിഡ്. ആണോ, ആപ്പിളിലുള്ള ആസിഡിൻ്റെ പേരാണോ സിട്രിക് ആസിഡ് എന്ന്? അല്ല, ലെമണിലുള്ള ആസിഡിൻ്റെ പേരാണ് സിട്രിക് ആസിഡ് എന്ന്. ആപ്പിളിലുള്ള ആസിഡിൻ്റെ പേരെന്താണ്, മെലിക് ആസിഡ് എന്നാണ്, മെലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഓരോന്നിലും ഉള്ള ആസിഡ്സ് എന്താണ്, അതായത് ഇപ്പോൾ ടൊമാറ്റോയിലാണെങ്കിൽ ഓക്സാലിക് ആസിഡാണ്, ലെമണിലാണെങ്കിൽ സിട്രിക് ആസിഡാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആപ്പിളിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, ആപ്പിളിലാണെങ്കിൽ മെലിക് ആസിഡാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. അതിൽ നിന്നും നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമാണ്, 1 and 3 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം 1 and 3 ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് 2 ഇമേജസ് തന്നിട്ടുണ്ട് അല്ലേ. 2 ഇമേജസും നല്ല രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ റെപ്രസെൻറ്റഡ് ഇൻ ഫിഗർ 1 ആൻഡ് ഫിഗർ 2. ഫിഗർ 1ലും ഫിഗർ 2ലും നമുക്ക് 2 ഇമേജസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 2 റിഫ്ലക്ഷൻസ് ആണ് ആകെ ഉള്ളത്. 2 റിഫ്ലക്ഷൻസ് ആകെ ഉള്ളതെന്നല്ല, റിഫ്ലക്ഷൻസിൽ നമ്മൾ 2 ടൈപ്പ് റിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്, റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇമേജിൽ കൊടുത്തിരിക്കുന്നത് എന്താ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു റെഗുലർ പാറ്റേണിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ആ ഒരു റിഫ്ലക്ഷൻ. അപ്പം നമുക്ക് പറയാം ഈ ഫസ്റ്റ് വൺ എന്താണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ്, റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണിൽ നോക്കിയേ. സെക്കൻഡ് വണ്ണിൽ എന്ന് പറഞ്ഞാൽ റഫ്ഡ് സർഫസിലൂടെയാണ് ആ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. അത് മാത്രമല്ല, നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, കറക്റ്റ് ആയിട്ടാണോ ഇറഗുലർ ആയിട്ടുള്ള ഈ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സെക്കൻഡ് വൺ എന്താണ്, ഇറഗുലർ റിഫ്ലക്ഷൻ ആണെന്നല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ഈച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ. ഈ 2 റിഫ്ലക്ഷനും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ബി പാർട്ടിൽ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, റിഫ്ലക്ഷൻ ഫ്രം എ കാർഡ്ബോർഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഒരു കാർഡ്ബോർഡിൽ നടക്കുന്നത്, അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അവിടെ റിഫ്ലക്റ്റഡ് ആവുന്നത്. നമുക്കറിയാം കാർഡ്ബോർഡ് എന്ന് പറയുന്നത് ഒരു റഫ് സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും പോസിബിൾ ആയിട്ടുണ്ടാവുക, ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇറഗുലർ റിഫ്ലക്ഷൻ. ഇനി നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ഈച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ. 2 ടൈപ്പ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു, റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, light falling on a smooth surface reflect with regularity. This is regular reflection. Mirror give a regular reflection. അതായത് ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ അതൊരു റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് തരിക, അല്ലെങ്കിൽ അത് റെഗുലർ ആയിട്ടായിരിക്കും ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള റിഫ്ലക്ഷനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിററിനെ നമുക്കതിനൊരു എക്സാമ്പിളായി കൺസിഡർ ചെയ്യാം. രണ്ടാമത്തേത്, when light fall on a rough surface. ഒരു റഫ് സർഫസിലാണ് ലൈറ്റ് വീഴുന്നതെങ്കിൽ അത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്തു പോകും. അങ്ങനെയുള്ള റിഫ്ലക്ഷനെയാണ് ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2 ടൈപ്പ് റിഫ്ലക്ഷൻ പഠിച്ചു. അത് ഏതൊക്കെയാണ്, റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു സ്മൂത്ത് സർഫസിൽ വന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. അവിടെ ഒരു റെഗുലാരിറ്റി ഉണ്ടാവും. പക്ഷെ ഇവിടെ ആണെങ്കിലോ ലൈറ്റ് ഒരു റഫ് സർഫസിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷനാണ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഈ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഇറഗുലാരിറ്റി, റിഫ്ലക്ഷൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷന് ഒരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലൈറ്റ്
ഈ ഒരു റെഗുലറും ഇറഗുലറും ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. റെഗുലർ റിഫ്ലക്ഷൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മിററിലുള്ള റിഫ്ലക്ഷൻ അല്ലേ, അതായത് മിറർ ഗീവ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇറഗുലർ റിഫ്ലക്ഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു കാർഡ്ബോർഡിലേക്കോ അല്ലെങ്കിൽ ഒരു റഫായ പ്രതലത്തിലേക്കോ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ ആണെന്ത്? ഇറഗുലർ റിഫ്ലക്ഷൻ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, draw a diagram to represent reflection of light in a mirror. ഇത് വേറെ രീതിയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. ഒരു മിററിലെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ലൈറ്റ് വന്നൊരു മിററിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്? ആ റിഫ്ലക്ഷൻ ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞുള്ളൂ അതെന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് അറിയാം. പക്ഷെ ഒരു മിററിൽ ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോൾ എങ്ങനെ അത് റിഫ്ലക്റ്റഡ് ആവുന്നു എന്നുള്ളത് നമ്മളുടെ ഡയഗ്രാം വൈസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ടേംസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നുമാണ് നമുക്ക് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്? ഇൻസിഡൻറ്റ് റേ. ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇൻസിഡൻറ്റ് റേയിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ പറയുന്നത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നോർമൽ. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് റിഫ്ലക്റ്റഡ് റേ. ഇത്രയും ടേംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4 ടേംസും വളരെ ഈസി ആയിട്ടുള്ള ടേംസ് ആണ്. നമുക്കത് ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റെഗുലർ റിഫ്ലക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് മിററിൽ വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ്റെ ഫിഗർ അല്ലെങ്കിൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്ലെയിൻ മിററിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു സ്മൂത്ത് സർഫസ് ആയിരിക്കും. അപ്പോൾ പ്ലെയിൻ മിററിനെ റെപ്രസെൻറ്റേറ്റ് നമ്മൾ ചെയ്തു. ആദ്യം തന്നെ നമ്മൾ പ്ലെയിൻ മിററിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് എന്ത് വരുന്നു? ഒരു റേ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് വരുന്ന റേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ കേട്ടോ, ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ എന്നാണ് നമ്മൾ ഈ വരുന്ന റേനെ പറയുന്നത്. ആ റേ ആ ഒരു മിററിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം അതെന്തായിപ്പോയി? തിരിച്ചു പോയല്ലേ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും ഈ ഒരു 90 ഡിഗ്രി നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനെ നമ്മൾ നോർമൽ എന്നാണ് പറയുക. ഈ നോർമൽ റേ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ മിററുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും ഈ നോർമലും കൂടിയിട്ടുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, നമ്മൾ ഇൻസിഡൻറ്റ് റേയും നോർമൽ റേയും കൂടിയുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന്. അതേസമയം റിഫ്ലക്റ്റഡ് റേയും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് മനസ്സിലാക്കി വെക്കുക. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അപ്പം നമുക്ക് രണ്ടാമതായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നോർമൽ എന്താണ്, റിഫ്ലക്റ്റഡ് റേ എന്താണ്, ഇൻസിഡൻറ്റ് റേ എന്താണ്, ഇൻസിഡൻസ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇൻസിഡൻറ്റ് റേ. എന്താണ് ഇൻസിഡൻറ്റ് റേ? നമ്മളിപ്പോൾ കണ്ടിരുന്നു അല്ലേ, ഈ പ്ലെയിൻ മിററിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. റേ ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദ മിറർ. ഏത് ലൈറ്റാണോ മിററിലേക്ക് ഫോൾ ചെയ്യുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ എന്ന്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താ? ദ പോയിന്റ് അറ്റ് വിച്ച് ഇൻസിഡൻറ്റ് റേ ഫോൾ ഓൺ ദ മിറർ ഈസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് ഏത് പോയിന്റിലേക്കാണോ ഈ ഒരു റേ വന്ന് വീഴുന്നത് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റേ വന്ന് വീണിരിക്കുന്നത് ഈ ഒരു പോയിന്റിലേക്കല്ലേ. ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് കേട്ടോ. അപ്പോൾ ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ചാൽ എന്താണ്? മിററിലേക്ക് ഫോൾ ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. അത് ഏത് പോയിന്റിലേക്കാണോ വന്ന് വീഴുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലൈൻ ഡ്രോ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ടു ദ പോയിന്റ്. ഈ പോയിന്റിലേക്ക്, അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന
ആ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ആ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരക്കുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, നോർമൽ എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ, അതായത് ഈ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, നിങ്ങളെപ്പോഴും ഇത് വരയ്ക്കാൻ നേരം എന്തൊക്കെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും എല്ലാം മനസ്സിലാക്കി വെക്കുക. ഇൻസിഡൻറ്റ് റേയും നോർമലും കൂടി മേക്കപ്പ് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതേസമയം ഈ നോർമൽ റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നമുക്ക് ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. സോ ഈ സർക്യൂട്ടിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ലൈറ്റ് ദ ബൾബ് ഇൻ എബോവ് അറേഞ്ച്മെൻറ്റ്, വൈ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? കോപ്പർ വയർ, ഗ്ലാസ്, അലൂമിനിയം വയർ, റീഫിൽ, അയൺ വയർ, റോൾഡ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ്, ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ബൾബ് ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ദെൻ സിമ്പിൾ യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം ആർ ഗിവൻ ബിലോ, നെയിം ദം. അതായത് ഇവിടെ കുറച്ച് സിമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതണം. ദെൻ ഡ്രോ ദി സിമ്പിൾ ഓഫ് സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ. അതായത് ഈ ഒരു അതായത് നമ്മൾ സ്വിച്ചിനെ ഓൺ ആൻഡ് ഓഫ് പൊസിഷൻസിൽ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുക, അത് വരയ്ക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കോപ്പർ വയർ, അലൂമിനിയം വയർ, അയൺ വയർ, ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ്, പെൻസിൽ, ഗ്രാഫൈറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ബൾബിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ അതേസമയം ഗ്ലാസോ പ്ലാസ്റ്റിക്കോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കത്തോ? ഇല്ല. കാരണം എന്താണ്, അവിടെ ഇതിന് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ പറ്റില്ല. സോ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതാണ് മെയിനായിട്ട് നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ്? കോപ്പർ വയർ, അലൂമിനിയം വയർ, അയൺ വയർ, അതുപോലെ തന്നെ പെൻസിൽ, ഗ്രാഫൈറ്റ്, ഓൾ ദിസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ തന്നിരിക്കുന്നത് നമുക്കൊരു സിമ്പിൾ ആയിരുന്നല്ലേ. ഇവിടെ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് തന്നിരിക്കുന്നത് എന്തിനൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ഇങ്ങനെ, അതായത് ഇതേപോലെ ഒരു സിമ്പിളാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. സോ ആ സിമ്പിൾ എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ബാറ്ററിയെയാണ്. അതിൽ വലിയ ലൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെയാണ് ഈ വലിയ ലൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ആ ചെറിയ ലൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേറൊരു സിമ്പിൾ തന്നിട്ടുണ്ട്. ആ സിമ്പിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സ്വിച്ചിനെയാണ്. സോ ഡ്രോ ദ സിമ്പിൾ ഓഫ് സ്വിച്ച് ഇൻ ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, സ്വിച്ചിനെ ഓൺ ആൻഡ് ഓഫ് പൊസിഷനിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. സോ എപ്പോഴും സ്വിച്ച് വരയ്ക്കുമ്പോൾ അത് ഓൺ പൊസിഷനിലാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതേസമയം അത് ഓഫ് പൊസിഷനിലാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ. സോ ആ റെപ്രസെൻറ്റേഷൻസ് മനസ്സിലാക്കുക. ഓക്കെ, ഓൺ പൊസിഷനിലും ഓഫ് പൊസിഷനിലും എങ്ങനെയാണ് സ്വിച്ചിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സാമിൻ ദ സിറ്റുവേഷൻസ് ഗിവൻ ബിലോ. അതായത് നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിനെല്ലാം നല്ല രീതിയിൽ നോക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. ഓക്കെ, അതായത് നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്യുകയാണ്, ബൾബ് മാറ്റാണ്, സ്വിച്ച് ഓണുമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, യൂസിങ് ഫുഡ് വെയർസ് വൈൽ അയണിങ് ക്ലോത്ത്സ്.
അതായത് നമ്മൾ ക്ലോത്ത്സ് ഒക്കെ അയൺ ചെയ്യുമ്പോൾ ഫുഡ് വെയർസ് യൂസ് ചെയ്യുക. അതാണ് സെക്കൻഡ് കണ്ടീഷൻ തന്നിരിക്കുന്നത്. മൂന്നാമത്തേത് തന്നിരിക്കുന്നത് എന്താ? ടേണിങ് ഓൺ ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കുക. അതാണ് മൂന്നാമത്തേത് തന്നിരിക്കുന്നത്. നാലാമത്തേത് എന്താണ്? ചേഞ്ചിങ് ദ ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്. സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ബൾബ് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഫോർത്ത് കണ്ടീഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ ദാറ്റ് മേ കോസ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്കിന് കാരണമാകുന്ന സിറ്റുവേഷൻ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലേ. അതായത് നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തീർച്ചയായും നമുക്ക് ഷോക്ക് അടിക്കുക അല്ലേ. അപ്പം നമുക്ക് ആ ഒരു പോയിന്റ് എന്തായാലും കിട്ടിയല്ലേ. വെറ്റ് ഹാൻഡ്സ്, നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ഒരിക്കലും സ്വിച്ച് ബോർഡ്സിൽ തൊടാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടേണിങ് ഓൺ ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്സ്. അത് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ആൻസർ ആണ് അല്ലേ. ഇനി രണ്ടാമത്തത് ഏതാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്നുകൂടി ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. നമ്മൾ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് ചേഞ്ച് ചെയ്യാവോ? ഇല്ല അല്ലേ. അതായത് സ്വിച്ച് ഓൺ ആണ്, നമ്മൾ ബൾബും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അത് രണ്ടും എന്താണ്? തെറ്റായിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്. ഇങ്ങനെ രണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക് ഷോക്ക് അടിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്യുമ്പോഴാണെങ്കിലും സ്വിച്ച് ബോർഡ്സ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴോ ഓഫ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ കൈ നനഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ അപ്പം നമുക്ക് പറയാം ഇവിടെ ഇലക്ട്രിക് ഷോക്ക് വരാനിടയുള്ള രണ്ട് സാഹചര്യങ്ങൾ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABC മൂന്ന് ഫിഗേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിക്ചേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകളാണ് തന്നിരിക്കുന്നത്. ഡു ഓൾ ഓഫ് ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഓഫ് മേക്കിംഗ് ബാറ്ററി? ഈ മൂന്നെണ്ണവും ശരിയായ രീതിയിൽ ബാറ്ററിയെ നിർമ്മിക്കുന്നതാണോ നമുക്കിവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്ററിനെ ശരിയായ രീതിയിലാണോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തത്, ഇതിലേതാണ് റോങ് ആയിട്ടുള്ള കണക്ഷൻ? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി തരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള ഒന്നാണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജുമാണ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചാർജും വന്നാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാലോ, അത് റിപ്പലായി പോകും. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജും വന്നാലോ അതും റിപ്പലായി പോകും. പക്ഷേ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ 3ഉം നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നോക്കി നിങ്ങൾ. ഡു ഓൾ ഓഫ് ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് ബാറ്ററി? ബാറ്ററി ഉണ്ടാക്കാനുള്ള റൈറ്റ് വേ ആണോ ഇതിലെല്ലാത്തിലും തന്നിരിക്കുന്നത്? അല്ല അല്ലേ. നമുക്ക് പറയാം ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോ എന്നാണ് അല്ലേ. ഇനി ഇതിലേത് കണക്ഷനായിട്ടാണ് റോങ് ആയിട്ടുള്ള കണക്ഷൻ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു ആൻസർ എന്താ? ആദ്യം തന്നെ നിങ്ങൾ ഈ ബാറ്ററി നല്ലോണം ഒബ്സർവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവും നെഗറ്റീവ് ചാർജുമാണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവിടെയോ? ഇവിടെ പോസിറ്റീവ് അട്രാക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ടെർമിനലും ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് റോങ് ആണെന്ന് പറയാം. നമ്മളെപ്പോഴും ബാറ്ററി കണക്ട് ചെയ്യാൻ നേരത്ത് ഓപ്പോസിറ്റ് ടെർമിനൽസ് ആണ് കണക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇത് കറക്റ്റാണ്. ഓപ്പോസിറ്റ് ടെർമിനൽസ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ റോങ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബി ആണെന്ന് പറയാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ, വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി? അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അതായത് ഇതിലേതാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി തരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെല്ലിൻ്റെ നമ്പർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് പറയാം സി വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി വെൻ യു ആഡ് മോർ സെൽസ് ടു മേക്ക് എ ബാറ്ററി. ഇലക്ട്രിസിറ്റി ഗെറ്റ് സ്ട്രോങ്ങർ. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൂടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ സെല്ലുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എ സെൽ ഈസ് എ സ്മോൾ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം ദ കെമിക്കൽസ് ഇൻസൈഡ് ഇറ്റ്. ഈ സെൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിലുള്ള കെമിക്കൽസ്, അതായത് ആ ബാറ്ററിയുടെ ഉള്ളിൽ ഫിൽ ചെയ്തിരിക്കുന്ന കെമിക്കൽസ് ആണ് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ആൻഡ് നമുക്കറിയാം ബാറ്ററി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more cells
കണക്റ്റഡ് ടുഗദർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഒന്നോ അതിൽ കൂടുതൽ സെല്ലുകളെയോ കണക്ട് ചെയ്തിട്ടാണ് ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓക്കെ, അടുത്തൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇവിടെ കൊടുക്കുന്നു എന്നല്ല ഇതിനർത്ഥം. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഡ്യൂ ടു ദ 30% ഷോർട്ടേജ് ഓഫ് റെയിൻഫാൾ, അതായത് റെയിൻഫാൾ 30% കുറഞ്ഞതുകൊണ്ട് കേരള വിൽ ബി ഇൻ ഡാർക്ക്നെസ്. If monsoon is not received in full, we will be facing severe power crisis. This can be overcome to some extent by using electricity judicially and avoiding its wastage. Have you noticed the news report? Okay, അതായത് നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 30% മഴ കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അതായത് ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഉണ്ടാവും. സോ ഈ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് കുറയ്ക്കാനായി നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവാതെ ഉപയോഗിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനാകും എന്നുള്ളതാണ് ഈ ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഓക്കെ, സോ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യനുകളായിട്ട് വന്നേക്കുന്നതുകൊണ്ട് റൈറ്റ് എനി 2 പ്രിക്കോഷൻസ് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവുന്നതിൽ നിന്ന് പ്രിക്കോഷൻസ്, അതായത് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനായി സാധിക്കും. നല്ല സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ്, അതായത് ഇലക്ട്രിക് ഷോക്ക്, നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് അവിടെ കൊടുക്കാൻ പറ്റും. ഇത്രയാണ് 2 മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ താഴെയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, അതായത് അതിൻ്റെ സബ് ക്വസ്റ്റ്യനുകളായി തന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് അല്ലെങ്കിൽ വേസ്റ്റേജ് കുറയ്ക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അപ്ലയൻസസ്, എന്ത് അപ്ലയൻസസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും സ്വിച്ച് പ്രോപ്പറായി ഓഫ് ആക്കുക. ഇത് നമുക്ക് കറണ്ട് കാശ് കുറയ്ക്കും, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനും പറ്റും. ദെൻ നമ്മളിപ്പോൾ ലൈറ്റോ ഫാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസോ എല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മൾ നോർമലി മൊബൈൽ ഫോണെല്ലാം എങ്ങനെയാണ് ചാർജിങ്ങിന്, ആദ്യം നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ജസ്റ്റ് ചാർജ് ചെയ്തിടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ ഊരിക്കൊണ്ട് പോകും അല്ലേ. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും മൊബൈൽ എടുക്കാൻ നേരം അതിനൊപ്പം തന്നെ ആ ഒരു സ്വിച്ചും പ്രോപ്പറായി ഓഫ് ചെയ്യുക, ആ അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്തിടാനും മറക്കരുത്. സോ അതെല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനുള്ള ഓരോ മെത്തേഡുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസുകൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ അധികം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാത്ത അപ്ലയൻസസ് ഉപയോഗിക്കുക. അതും നമുക്ക് ഇലക്ട്രിസിറ്റിയെ സേവ് ചെയ്യാൻ പറ്റില്ലേ. അതായത് LED ബൾബ്സ്, അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിയെ സേവ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ്, ഇതെല്ലാം ആക്ച്വലി എന്താണ്, ഇലക്ട്രിസിറ്റിയെ സേവ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് വൺ എന്താ ചെയ്യുക, നമ്മൾ ആ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിൽ നിന്ന് അയാളെ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുക. ദെൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ആ ആളെ നമുക്ക് ആ ഒരു ഷോക്കിൽ നിന്ന് വേർപെടുത്താനായിട്ട് നമുക്ക് ഒരു വുഡൻ പിക്കോ അല്ലെങ്കിൽ മരക്കഷ്ണത്തിൻ്റെ ആ ഒരു വുഡൻ സ്റ്റിക്കോ ഉപയോഗിച്ച് അയാളെ ആ ഒരു കണക്ഷനിൽ നിന്ന് നമുക്ക് വേർപെടുത്താൻ പറ്റും. പക്ഷെ നമ്മളവിടെ ഒരു മെറ്റലിക് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു വൈദ്യുതി നമ്മളിലേക്ക് പാസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം മെറ്റലെല്ലാം ആക്ച്വലി എന്താണ്, ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടേഴ്സാണ്. സോ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചിരിക്കുകയാണ്, അയാൾ ആ പൊസിഷനിൽ നിന്ന് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് വുഡൻ സ്റ്റിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള വേറെ എന്ത് സംഭവം നമുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ സാധിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അതായത് ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചു, അയാളുടെ ഹാർട്ട് പെട്ടെന്ന് ഫീൽ ആയിപ്പോയി അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പെർഫോം ചെസ്റ്റ് കംപ്രഷൻ, നമ്മൾ അയാളുടെ ചെസ്റ്റിൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യുക. ദെൻ പ്ലേസ് വൺ ഹാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് അതർ ഹാൻഡ് ആൻഡ് അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ ഓൺ ദ വിക്ടിം ചെസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൈയുടെ മുകളിലായിട്ട് വേണം മറ്റൊരു കൈ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് നല്ല രീതിയിൽ കംപ്രസ് ചെയ്യുക.
ദിസ് ഷുഡ് ബി ഡൺ അണ്ടിൽ ദ ഹാർട്ട് സ്റ്റാർട്ട് ബീറ്റിംഗ് അഗെയിൻ. ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്നു പോകുക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നിന്നു പോകുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നല്ല രീതിയിൽ ആ ചെസ്റ്റ് കംപ്രസ് ചെയ്യുകയും ആ ഒരു ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ അണ്ടിൽ അയാളുടെ ഒരു ഹാർട്ട് ബീറ്റ് തിരിച്ചു വരുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുക. അതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു എ ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഈസ് സിവിയർ. അതായത് നല്ല രീതിയിലുള്ള ഷോക്ക് ഏറ്റ ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ കൊടുക്കേണ്ടെന്നല്ല, അതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുക. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ബ്രീത്തിങ് സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ, അതായത് അയാൾക്ക് ബ്രീത്തിങ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അയാളുടെ ബോഡിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക, വാം മസാജിങ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. Which of the following material can be used to complete the circuit and light the bulb? അപ്പോൾ നമ്മൾ ഈ ഒരു ബൾബ് നമുക്ക് ലൈറ്റപ്പ് ചെയ്യണം. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ഇവിടെ താഴെ തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താ? ഇതേപോലുള്ള ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റഡ് ആയി ചോദിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് വൺ, write the name of device marked 1, 2 and 3 in the figure and draw the symbols. അതായത് ഇവിടെ കുറച്ച് സിമ്പിൾസ് നമുക്ക് കുറച്ച് ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സിമ്പിൾസ് വരയ്ക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ബൾബാണ് അല്ലേ. ബൾബിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക ബൾബിൻ്റെ സിമ്പിൾ. ബാറ്ററിനെ നമുക്കറിയാം ഇങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് സ്വിച്ച് ആണുള്ളത്. സ്വിച്ച് ഓൺ പൊസിഷനിലും ഓഫ് പൊസിഷനിലും എങ്ങനെയാണ് സ്വിച്ചിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അതാണ് ബി പാർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് കണക്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാത്തിൽ ബൾബ് ഗ്ലോ ചെയ്യിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കടത്തിവിടാൻ ആർക്കൊക്കെ സാധിക്കുന്നു എന്ന് ആദ്യം നോക്കുക. അതിനുശേഷം അതിനെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, പെൻസിൽ ഗ്രാഫൈറ്റ്. Graphite is a good conductor of electricity. So നമുക്ക് എന്ത് ചെയ്യാം? പെൻസിൽ ഗ്രാഫൈറ്റ് ചൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? അയൺ നെയിൽ. അയൺ നെയിലും ആക്ച്വലി ഇലക്ട്രിസിറ്റിയുടെ വളരെ ഗുഡ് കണ്ടക്ടർ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് വൺ ഗ്ലാസ് റോഡാണ്. ഗ്ലാസ് റോഡ് ആണോ? അല്ല. ഗ്ലാസ് റോഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ സ്റ്റീൽ സ്പൂൺ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം സ്റ്റീൽ സ്പൂൺ എന്താണ്? ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിക് സ്കെയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഗോൾഡൻ ബാങ്കിൾ ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും അല്ലേ. അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഓക്കെ, എ ബ്രോക്കൺ ഇലക്ട്രിക് ലൈൻ ഈസ് ലൈങ് ഓൺ ദ മാംഗോ ട്രീ ബൈ ദ റോഡ് സൈഡ്. നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് സൈഡിൽ ഒരു മാംഗോ ട്രീയുടെ അവിടെ നിന്ന് എന്താണ്? ഒരു ഇലക്ട്രിക് ലൈൻ കട്ട് ഓഫ് ആയി വീണേക്കാനാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻ ബ്രോക്കൺ ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് യു വുഡ് ടേക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ ആൻഡ് ദ റീസൺ ഫോർ ഇറ്റ്. നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കും, അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്ന ആൾക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് പിന്നെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ആദ്യത്തെ സെക്ഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേ അവേ ഫ്രം ദി ട്രീ. ആദ്യത്തെ കാര്യം എന്താ? അതിൽ നിന്ന് മാറി നടക്കുക അല്ലേ. നമ്മൾ ആ ട്രീയിൽ നിന്ന് സ്റ്റേ അവേ ചെയ്യുക. ആൻഡ് ഡു നോട്ട് ടച്ച് ഇറ്റ് ഫോർ ഇലക്ട്രിക് ലൈൻ. അതായത് ആ ട്രീയോ ആ ഇലക്ട്രിക് ലൈനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു മരത്തിൻ്റെ ശാഖകളിലോ തൊടാതെ ഇരിക്കുക. അതാണ് ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിനുശേഷം എന്താ? നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഇൻഫോം ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. ആൻഡ് എമർജൻസി സർവീസസ്, അതായത് എമർജൻസി സർവീസസും ഇലക്ട്രിസിറ്റി ബോർഡിനെ എല്ലാം എമർജൻസി ആയിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. എന്നാലേ അവരിതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാരണം എന്താണ്? കാരണം the tree and the ground around it may conduct electricity from the broken line which can cause severe electric shock.
അതായത് നമ്മൾ വിചാരിക്കും ആ ട്രീയിൽ ഏതെങ്കിലും ഒരു ചില്ലയിലോ അല്ലെങ്കിൽ ആ ട്രീയിലോ തൊടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ആ ട്രീയിലല്ലേ ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണേക്കുന്നത്, ആ ഇലക്ട്രിക് ലൈനിൽ തൊടാതിരുന്നാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ട്രീയിലോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള പരിസരത്തേക്കോ പോവാതിരിക്കുക. കാരണം ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ആ ട്രീയിലോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലോ ഇലക്ട്രിസിറ്റീൻ്റെ പ്രസൻസ് ഉണ്ടാകും. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്റ്റഡ് ആണല്ലേ, അതായത് ട്രീ ആൻഡ് ഗ്രൗണ്ട് അറൗണ്ട് ഇറ്റ് മേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആ ചെടിയും അല്ലെങ്കിൽ ആ ഒരു മരവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അവിടെ പോയി തൊടുമ്പോൾ നമുക്ക് കൂടി ഇലക്ട്രിക് ഷോക്ക് അടിക്കും. സോ എപ്പോഴും അതിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ, ഇലക്ട്രിസിറ്റി ബോർഡിനെ അത് പ്രോപ്പറായി ഇൻഫോം ചെയ്യുക. അപ്പോൾ അവരതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് എടുത്തോളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സേഫ്റ്റി മെഷേഴ്സ് ആണ്. സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് പെയർസ് ഫ്രം ദ ഓപ്ഷൻസ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ, അതിൽ കറക്റ്റ് പെയർ ഏതാ വരിക? LED പെയറാണ്. LED സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് LED റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കി രണ്ട് സിമ്പിൾസും തെറ്റായാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ബസറും ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. LED സിമ്പിളാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതും ഒരു എക്സ്പെരിമെൻ്റൽ പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നേരത്തെ അതെങ്ങനെ ഒരു പാറ്റേണിലായിരിക്കണം നമ്മൾ ആ ഒരു ആൻസർ ഫ്രെയിം ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ഒരു സയൻസ് കിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കിറ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. LED തന്നിട്ടുണ്ട്, ബാറ്ററി തന്നിട്ടുണ്ട്, ഒരു വയർ തന്നിട്ടുണ്ട്, ദെൻ പിന്ന്, വുഡൻ ബ്ലോക്ക്, പെൻസിൽ ഗ്രാഫൈറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് വെച്ചിട്ട് ഒരു സ്യൂട്ടബിൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും, ഏതൊക്കെ കണ്ടക്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് അങ്ങ് ചെയ്യാൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ബി പാർട്ടായിട്ട് വന്നിരിക്കുന്ന ചോദ്യം നോക്കി. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, സേഫ്റ്റി പിൻ, അതായത് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒബ്സർവേഷനും ഇൻഫറൻസും ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങളിത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ഇതിൽ ചിലത് തെറ്റുണ്ട്, ചിലത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആർ കറക്റ്റ്? ഇതിൽ ഏതൊക്കെ ഒബ്സർവേഷനും ഇൻഫറൻസുമാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്ന് നോക്കാം. സേഫ്റ്റി പിന്നാണ്. സേഫ്റ്റി പിൻ ഉപയോഗിക്കുമ്പോൾ ആ LED കത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇലക്ട്രിസിറ്റി അതിൽ കൂടി പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഇത് കറക്റ്റാണ്. ഓക്കെ, ദെൻ പ്ലാസ്റ്റിക് ബാങ്കിൾ ഉപയോഗിക്കുമ്പോഴും LED കത്തും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? തെറ്റാണല്ലേ, ഇത് തെറ്റാണ്. ദെൻ പെൻസിൽ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുമ്പോൾ LED കത്തുന്നില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. കാരണം ഗ്രാഫൈറ്റ് ആക്ച്വലി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണല്ലേ, പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നതും തെറ്റാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, മെറ്റൽ ബാങ്കിളാണ്. മെറ്റൽ ബാങ്കിളിൽ LED ലൈറ്റ് കഴിയും, അതായത് LED കത്തും, ദെൻ ഇലക്ട്രിസിറ്റി പാസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് സേഫ്റ്റി പിന്നും മെറ്റൽ ബാങ്കിളും ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് നോക്കാം. സേഫ്റ്റി പിൻ ആൻഡ് മെറ്റൽ ബാങ്കിൾ, ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, നമുക്ക് എക്സ്പെരിമെൻ്റ് ഫ്രെയിം ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. തന്നിരിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ട്, ആ ഒരു സയൻസ് കിറ്റിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ എന്നും ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തതെന്നും നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ എയിം ആദ്യം തന്നെ എഴുതാം. എന്താണ്? ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ. അതായത് ഇലക്ട്രിസിറ്റിയുടെ നോൺ കണ്ടക്ടേഴ്സ് ആരൊക്കെയാണെന്നും ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സ് ആരൊക്കെയാണെന്നുമാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ എയിം എഴുതണം. എയിമിന് ശേഷം എന്താണ് എഴുതേണ്ടത്? മെറ്റീരിയൽസ് എഴുതണം അല്ലേ. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം, ആ സയൻസ് കിറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം തന്നെ എടുത്തെഴുതാം അല്ലേ. LED, ബാറ്ററി, വയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകൾ പിന്നെ സ്വിച്ച് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്യൂട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്.
ദെൻ പ്രൊസീജിയറാണ് അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ലൈറ്റ് ബൾബിൻ്റെ എൻഡ് അറ്റാച്ച് ചെയ്യുക, ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് ബൾബ് നമ്മൾ കണക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? അറ്റാച്ച് അനദർ വയർ ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് അടുത്ത വയർ അറ്റാച്ച് ചെയ്യുക. പിന്നെ മറ്റേ ക്ലിപ്പിലേക്ക് അത് കണക്ട് ചെയ്യുക. ദെൻ നമ്മൾ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ബാറ്ററിയുടെയും ലൈറ്റ് ബൾബിൻ്റെയും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുക. സോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. ഓക്കെ, ദെൻ കണക്ട് ഈച്ച് ടെസ്റ്റ് സബ്സ്റ്റൻസ് വൺ ബൈ വൺ ബിറ്റ്വീൻ ദ ക്ലിപ്സ്. ആ ക്ലിപ്സിൻ്റെ ഇടയിൽ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് സബ്സ്റ്റൻസ് കണക്ട് ചെയ്യുക. ദെൻ നോട്ട് വെദർ ദ ലൈറ്റ് ബൾബ്സ് ലൈറ്റ്സ് അപ്പ് ഫോർ ഈച്ച് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് ഓരോ സബ്സ്റ്റൻസിലും എങ്ങനെയാണ് ഈ ലൈറ്റ് ബൾബ് ലൈറ്റ് അപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത്രയാണ് മെയിനായിട്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, രണ്ട് ഒബ്സർവേഷൻസ് ആണ് മെയിൻലി നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ഇവിടെ. അതായത് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ലൈറ്റ് ബൾബ് കത്തും അല്ലേ. അപ്പം നമുക്ക് പറയാം, ഇഫ് ദ ലൈറ്റ് ബൾബ് ലൈറ്റ്സ് അപ്പ് ദ സബ്സ്റ്റൻസ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ലൈറ്റ് ബൾബ് കത്തുവാണെങ്കിൽ അവിടെ നമുക്ക് പറയാവുന്നൊരു കാര്യം, ലൈറ്റ് ബൾബ് എന്ന് പറയുമ്പോൾ അവിടെ കത്തി. അപ്പം നമുക്ക് പറയാം ആ ഒരു സബ്സ്റ്റൻസ്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെസ്റ്റ് സബ്സ്റ്റൻസ് എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ ആണെന്ന് പറയാം. അതേസമയം ഈ ഒരു ലൈറ്റ് ബൾബ് ഗ്ലോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ദിസ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം അല്ലേ. സോ ഇത്തരത്തിലൊരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളിൽ ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ എന്നും ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ അല്ലാത്തതെന്നും നമുക്ക് ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നമുക്കിവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിൻ്റെ പിക്ചറും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു ഫോണിൻ്റെ പിക്ചറുമാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ പിക്ചറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രം വിച്ച് സോഴ്സ് ഡു ദിസ് ടു ഡിവൈസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? ഈ രണ്ട് സോഴ്സിലും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്? അതായത് ഈ രണ്ട് ഡിവൈസിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലോക്കിലും മൊബൈലിലും നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായാണ് അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ക്ലോക്കിലാണെങ്കിൽ ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ദ സെല്ലിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അതേസമയം മൊബൈൽസിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? ഫ്രം എ റീചാർജബിൾ ബാറ്ററി. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയിൽ നിന്നാണ് മൊബൈൽസിന് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഇത് കണ്ടോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the source of electricity used in these devices? ഈ ഡിവൈസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സിലുള്ള ഡിഫറൻസ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. Clock usually use a small battery or cell that cannot be used again. When it is charged is completely used up, while a mobile phone needs a bigger battery which is rechargeable. അതായത് ക്ലോക്ക് ആണെങ്കിൽ സ്മോൾ ബാറ്ററീസ് ആണ് ഉപയോഗിക്കുന്നത്. അത് വൺ ടൈം റീചാർജറാണ്. അതായത് വൺ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോണിൻ്റെ ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ആണ്. നമുക്ക് ഒന്നുകൂടി അത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്, മൊബൈൽ ഫോൺ നീഡ് എ ബിഗ്ഗർ ബാറ്ററി വിച്ച് ഈസ് റീചാർജബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the table below show the change in color of blue litmus paper and different substance. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെമൺ ജ്യൂസിലാണെങ്കിൽ ബ്ലൂ ഡിപ്പ് ചെയ്തപ്പോൾ റെഡായി മാറി. പക്ഷേ ഷുഗറിലും സോൾട്ടിലും കളർ ചേഞ്ച് ഇല്ല. ഇനിയിപ്പോൾ ടാമറിൻ വാട്ടറിലാണെങ്കിലും റെഡ് കളർ ആയിട്ടുണ്ട്. ബട്ടർ മിൽക്കിലും വിനീഗറിലും റെഡ് ആയിട്ടുണ്ട്. ചില സൊല്യൂഷനിൽ കളർ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിള്. ഈ ടേബിളിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ് എന്നുള്ളതാണ്. ആ ടേബിൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫറൻസ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബി പാർട്ടിൽ വന്നിരിക്കുന്നത് എന്താ? റൈറ്റ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വി ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ലിറ്റ്മസ്. ബ്ലൂ ലിറ്റ്മസിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററിൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. ആൻഡ് സി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്
Name the acid which present in given substance that turn blue litmus to red. അതായത് ബ്ലൂവിനെ റെഡ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂവിനെ റെഡ് ആക്കുന്ന ഈ തന്നിരിക്കുന്ന ആസിഡ്സിൽ ഏതാണ് ഗീവൻ സബ്സ്റ്റൻസ് ആയിട്ടുള്ളത്, അതായത് തന്നിരിക്കുന്ന ആസിഡ്സിൽ ഏതൊക്കെയാണ് ബ്ലൂവിനെ റെഡാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓരോന്നിനും നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ലെമൺ ജ്യൂസ് ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അല്ല, ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ്. അതായത് ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫറൻസ് എഴുതാനായിട്ടായിരുന്നു നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻഫറൻസ് പറയാവുന്ന എന്താണ്, ലെമൺ ജ്യൂസ്, ടാമറിൻഡ്, അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, വിനീഗർ, ഇതെല്ലാം ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവർക്കെല്ലാം എന്ത് നേച്ചറാണെന്ന് പറയാം, ആസിഡിക് നേച്ചറാണെന്ന് പറയാം അല്ലേ, ആസിഡിക് നേച്ചർ. ഓക്കെ, നമുക്ക് ആസിഡിക് നേച്ചറാണെന്ന് പറയാം. ഓക്കെ, ദെൻ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, പ്യൂർ വാട്ടർ, ഇതൊന്നും കളർ ചേഞ്ച് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ ആസിഡിക്കോ ബേസിക്കോ ആക്കിയിട്ടുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, പ്യൂർ വാട്ടർ, ഇതിനെല്ലാം എന്താണ്, ഡു നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻഡിക്കേറ്റിംഗ് ദേ ആർ ന്യൂട്രൽ ആൻഡ് നൈദർ ആസിഡിക് നോ ബേസിക്. അതായത് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, പ്യൂർ വാട്ടർ, ഇതിനൊന്നും എന്തുണ്ടാവുന്നില്ല, കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഇവിടെ അത് ആസിഡിക് ആണ് അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അവർ ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കാം, അതായത് ആസിഡിക്കോ ബേസിക്കോ അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതൊന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മളിവിടെ പറഞ്ഞിരുന്ന ലെമൺ ജ്യൂസ്, ടാമറിൻ വാട്ടർ, ബട്ടർ മിൽക്ക്, ഇതിലെല്ലാം കളർ ചേഞ്ച് വരുന്നുണ്ട്. അതിന് കാരണം അത് ആസിഡിക് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം കളർ ചേഞ്ച് ഒന്നും കാണിക്കാത്ത സൊല്യൂഷനുകൾ എന്താണ്, അവർ ന്യൂട്രൽ ആണ്, അവർ ആസിഡിക്കും അല്ല ബേസിക്കും അല്ല. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷനായിട്ട് പറയാവുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ. അതായത് ഇവിടെ ബ്ലൂ ലിറ്റ്മസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാബേജ് ജ്യൂസ് നമുക്കൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ സിട്രിക് ആസിഡ് ഉപയോഗിക്കാം. ലെമൺ ജ്യൂസിലുള്ള ആ ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രിക് ആസിഡാണ്. ടാമറിൻ വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്, ടാർട്ടാറിക് ആസിഡാണല്ലേ, ടാർട്ടാറിക് ആസിഡാണ്. അതിനുശേഷം നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താ, ഫോളോയിങ് ആർ ദ ഫൈൻഡിങ്സ് ഓഫ് സം എക്സ്പെരിമെൻറ്റ് വിത്ത് ആസിഡ്. കുറച്ച് എക്സ്പെരിമെൻറ്റ്സിന് എവിഡൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യനുകളിലേക്ക് വരാം. എക്സാമിൻ ദ ഫൈൻഡിങ് ആൻഡ് റൈറ്റ് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ഫൈൻഡിങ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു പേപ്പർ ഹിബിസ്കസിനെ വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് നമ്മൾ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ കളറ് മാറും. അതായത് ഹിബിസ്കസ് റബ്ബ് ചെയ്തിട്ടുള്ള പേപ്പർ നമ്മൾ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് തന്നിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ മിൽക്ക്, വിനീഗർ, ലെമൺ ജ്യൂസ് ആൻഡ് ടാമറിൻ ഹാവ് എ കോമൺ ടേസ്റ്റ്. അതായത് ബട്ടർ മിൽക്ക്, വിനീഗർ, ലെമൺ ജ്യൂസ്, ഇതിനെല്ലാത്തിനും ഒരു കോമൺ ടേസ്റ്റ് ആണുള്ളത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ, ബബിൾസ് ഫോം വെൻ സിങ്ക് ഈസ് ആഡഡ് ടു വിനീഗർ. അതായത് വിനീഗറിലേക്ക് നമ്മൾ സിങ്ക് ആഡ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ബബിൾസ് എവിടെ ഫോം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ബബിൾസ് ഫോം വെൻ ആസിഡ് സ്പിൽ ഓൺ എ മാർബിൾ ഫ്ലോർ. അതായത് മാർബിൾ ഫ്ലോറിലേക്ക് ആസിഡ്സ് വീണ് കഴിഞ്ഞാൽ അവിടെയും ബബിൾസ് ഫോം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ്, നിരീക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്താ വന്നിരിക്കുന്നത്, നമുക്ക് ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കതൊന്ന് നോക്കാം. അതല്ലാതെ വന്നിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റോറിങ് പിക്കിൾ, വാട്ട് മേ ബി ദ റീസൺ. നമ്മളെപ്പോഴും അച്ചാറുകളൊക്കെ വീട്ടിലിടുന്നവരാണ് അല്ലേ. അതെപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലാസ് പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത ബോട്ടിൽസിലാണ് മെയിൻലി അത് വെക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാതെ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടാവാതിരിക്കും നമ്മൾ ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ. അത് നമുക്ക് പഠിക്കാം, അതിന് ആൻസർ നമുക്ക് നോക്കാം. അതിന് ശേഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, കംപ്ലീറ്റ് ദ ടേബിൾ. കുറച്ച് ഫുഡ് ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ആസിഡ് കണ്ടൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ളത് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ
ഇവിടെ മലീക് ആസിഡാണ് ആദ്യം തന്നിരിക്കുന്ന ആസിഡ് കണ്ടന്റ്. അപ്പോൾ ഈ മലീക് ആസിഡിൽ ഉള്ള ഫുഡ് ഐറ്റം ഏതാണ്? ആപ്പിളാണ് അല്ലേ. ആപ്പിളിലുള്ള ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മലീക് ആസിഡ് എന്ന്. ദെൻ ടാമറിൻ. ടാമറിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഞ്ഞളിലുള്ള ആസിഡ് ഏതാണ്? ടാറിക് ആസിഡ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ സിട്രിക് ആസിഡ് ഏത് ഫുഡ് ഐറ്റത്തിലാണ് ഉള്ളത്? നമുക്കറിയാം ലെമണിലാണ് അല്ലേ. ലെമണിലാണ് സിട്രിക് ആസിഡ് ഉള്ളത്. ദെൻ ബട്ടർ മിൽക്ക് ആണെങ്കിൽ വരുന്ന ആസിഡ് ഏതാ? നമുക്ക് നോക്കാം അല്ലേ. ബട്ടർ മിൽക്കിൽ വരുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫുഡ് ഐറ്റം, അതിൻ്റെ ആസിഡ് കണ്ടന്റ് ഏതാണ് എന്നുള്ളത് പ്രോപ്പറായി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എ പാർട്ടും ബി പാർട്ടും നമ്മൾ ചെയ്തില്ലായിരുന്നു, നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡാണ്. ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ആസിഡിനെ കുറിച്ച് അറിയാവുന്നത്? ആസിഡിനെ കുറിച്ച് എന്തൊക്കെ പ്രോപ്പർട്ടീസ് അറിയുമോ അതുപോലെ തന്നെ നമ്മൾ ബേസിനെ കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം വരുന്നത് സോർ ടേസ്റ്റ് ആണ് അല്ലേ. ആസിഡിന് എല്ലാത്തിനും ഉള്ളൊരു ടേസ്റ്റാണ് സോർ, ഒരു കയ്പ്പ് രുചിയുള്ള ഒന്നാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടെസ്റ്റ്. എപ്പോഴും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മളൊരു ആസിഡിലാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതെന്തായി മാറും? റെഡ് കളറിലേക്ക് മാറും എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം ഹൈഡ്രജൻ. നമ്മൾ നേരത്തെ സിങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. സിങ്ക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ബബിൾസ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ബബിൾസ് ഫോം ചെയ്യുന്നത്? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം ആസിഡുകൾ മെറ്റലുമായി എപ്പോഴും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഗ്യാസ് അവിടെ ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യും നമുക്ക് പറയാം. അതുപോലെ തന്നെ ദേ റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ടു ഫോം കാർബൺ ഡയോക്സൈഡ്. ഒരു ആസിഡ് കാർബണുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇതെല്ലാം എന്താണ്? ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത് എന്ന് കരുതി ബേസ് പഠിക്കേണ്ട എന്നല്ല. ബേസും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണം എക്സാമിന് ചോദിക്കുന്നത് എന്തായിരിക്കും? ബേസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ ആസിഡിൻ്റെയും അതുപോലെ തന്നെ ബേസിൻ്റെയും പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റോറിങ് പിക്കിൾസ്. വാട്ട് മേ ബി ദ റീസൺ എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് നമ്മൾ പിക്കിൾസ് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. അതിനെന്താണ് കാരണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റോറിങ് പിക്കിൾ ബിക്കോസ് ഗ്ലാസ് ഈസ് നോൺ റിയാക്റ്റീവ് ആൻഡ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ പിക്കിൾ. അതായത് ഗ്ലാസ് എന്ന് പറയുന്നത് നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. സോ അതെപ്പോഴും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒന്നായതുകൊണ്ട് തന്നെ പിക്കിൾസിന് പെട്ടെന്നൊന്നും കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ നോർമലി പിക്കിളുകൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ബാലു ട്രൈ ടു മേക്ക് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ വിത്ത് വിനീഗർ ആൻഡ് മാഗ്നീഷ്യം റിബൺ. He directed the gas coming from the extinguisher towards the lighted candle. Candle flame burns with a low noise instead of extinguishing the flame. അതായത് ബാലു ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ബാലു എന്താ ചെയ്തത്? മാഗ്നീഷ്യം റിബണും വിനീഗറും കൂടി ആണ് പുള്ളിക്കാരൻ യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ബാലു യൂസ് ചെയ്തത് വിനീഗറും മാഗ്നീഷ്യം റിബണും ആണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാക്കാനായിട്ട് ബാലു യൂസ് ചെയ്തത്. പക്ഷേ ബാലു ഈ ഗ്യാസിനെ ഒരു എക്സ്റ്റിംഗ്വിഷറിലേക്ക്, അതായത് ഈ എക്സ്റ്റിംഗ്വിഷറിൽ നിന്ന് വരുന്ന ഗ്യാസിനെ ലൈറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിലേക്ക് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ കുറച്ചുകൂടി ലോ നോയ്സിൽ ഫ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കേണ്ടത്? ആ ഫ്ലെയിം എക്സ്റ്റിംഗ്വിഷറായി പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ക്യാൻഡിൽ ഒരു ലോ നോയ്സിൽ നല്ല രീതിയിൽ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അവിടെ ഫോം ചെയ്ത ഗ്യാസ് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് പറയാം അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അത് കളർലെസ്സും ഓർഡർലെസ്സും അതുപോലെ തന്നെ ടേസ്റ്റ്ലെസ്സും ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ദെൻ റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഗ്യാസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സി പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ചേഞ്ചസ് should be made in this experiment to work the fire extinguisher properly. ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇതിൽ ചേഞ്ചസ് വരുത്താം? അതായത് ഇവിടെ ബാലു യൂസ് ചെയ്തത് മാഗ്നീഷ്യം റിബണും
നമ്മുടെ എന്തായിരുന്നു വാല്യൂ യൂസ് ചെയ്തിരുന്നത്? ഇവിടെ കണ്ടോ, മഗ്നീഷ്യം റിബണും അതുപോലെ തന്നെ വിനീഗറുമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, to make a fire extinguisher the works properly, Balu should use a chemical reaction that produce carbon dioxide gas instead of hydrogen. അതായത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് പകരം ഹൈഡ്രജന് പകരം ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഗ്യാസ് ഏതായിരുന്നു? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ആയിരുന്നു അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, Balu should use baking soda instead of magnesium ribbon to produce the carbon dioxide. അതായത് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ബാലു ഇവിടെ ഉപയോഗിച്ചത് എന്തായിരുന്നു? മഗ്നീഷ്യം റിബൺ ആയിരുന്നു. ഈ മഗ്നീഷ്യം റിബണിന് പകരമായി ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയേനെ? കാർബൺ ഡയോക്സൈഡ് കിട്ടിയേനെ അല്ലേ? അപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമുക്ക് ആ ഗ്യാസ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, following table shows the observation result of an experiment conducted in the class. അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ 1ഉം സാമ്പിൾ 2ഉം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ബ്ലൂ റെഡ്, ലൈറ്റ് യെല്ലോ, ലൈറ്റ് പിങ്ക്, റെഡ് യെല്ലോ, അങ്ങനെയാണ് നമുക്കിവിടെ ആ ഒരു ഒബ്സർവേഷൻസ്, ഓരോ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? സോ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. What properties do sample 1 and sample 2 have? സാമ്പിൾ 1നും സാമ്പിൾ 2നും എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാതെ തന്നെ, സാമ്പിൾ 1 ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ബേസ്. സാമ്പിൾ 1 ബേസിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ബേസിൻ്റെ സവിശേഷതകളും പഠിച്ചിരിക്കണം എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഇവിടെ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ സാമ്പിൾ 1ന് എന്ത് സംഭവിച്ചു? സാമ്പിൾ 1 പിങ്ക് കളറായി മാറി. സോ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളറായിട്ട് ആ ഒരു സൊല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നമുക്കറിയാം, അത് ബേസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സ്ലിപ്പറിയാണ്. അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി. അതുപോലെ ഹാസ് ആൽക്കലൈൻ ടേസ്റ്റും ഉണ്ട്. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, സാമ്പിൾ 1 എന്തിൻ്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ബേസിൻ്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സാമ്പിൾ 2 ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആസിഡ്. സാമ്പിൾ 2 എന്തിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആസിഡിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ആസിഡിന് സോൾട്ട് ടേസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസിനെ അത് റെഡാക്കി ചേഞ്ച് ചെയ്യും. ദെൻ അത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ടു ഫോം കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും അല്ലേ? കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുകയും ചെയ്യും. സോ ഇതെല്ലാം നമുക്ക് എന്താക്കാം? സാമ്പിൾ 2ൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാവുന്നതാണ്. ദെൻ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്ററിൻ്റെ പേര് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? റെഡ് ക്യാബേജ് അല്ലേ? റെഡ് ക്യാബേജ് നല്ലൊരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. പിന്നെ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത് ഏതാണ്? സോപ്പ് വാട്ടർ ആണ്. ബാക്കി 4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ട്, സോപ്പ് വാട്ടർ ഉണ്ട്, വിനീഗർ ഉണ്ട്, ലൈം വാട്ടർ ഉണ്ട്. ഇതെല്ലാം ആക്ച്വലി കമ്പയർ ചെയ്യുമ്പോൾ സോപ്പ് വാട്ടർ ആണ് ഇതിൽ ഓഡ് വൺ ഔട്ട് ആയിരിക്കുന്നത്. കാരണം ബട്ടർ മിൽക്കും വിനീഗറും ലൈം വാട്ടറും എല്ലാം എന്താണ്? ആസിഡുകളാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഒബ്സർവേഷൻസ് റിലേറ്റഡ് ടു ദ ആസിഡ് ആൻഡ് ആൽക്കലി ആർ ഗിവൻ ബിലോ. നമുക്ക് സൊല്യൂഷൻ 1ഉം സൊല്യൂഷൻ 2ഉം ആസിഡിൻ്റെയും ബേസിൻ്റെയും ഓരോ ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. സൊല്യൂഷൻ 1ൽ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ആസിഡ് ആണെന്നല്ല. അതിനുശേഷം പറയുന്നത് എന്താ? കളർ ചേഞ്ച് ഇൻ ടു പെയിൽ പിങ്ക് വൈൽ ആഡിങ് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോഴേക്കും അതൊരു പെയിൽ പിങ്ക് ആയി മാറുകയും കളർ ഡിഡ് നോട്ട് ചേഞ്ച് വെൻ ദ സൊല്യൂഷൻ വാസ് ആഡഡ് ടു ദ ക്ലോത്ത് റബ്ബഡ് വിത്ത് ടർമറിക്. അതായത് ടർമറിക് വെച്ച് റബ്ബ് ചെയ്ത ക്ലോത്തിലേക്ക് നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോഴേക്കും എന്താ സംഭവിക്കുക? കളർ ഡിഡ് നോട്ട് ചേഞ്ച് എന്നാണ് പറയുന്നത്, കളർ മാറിയില്ല. ഇനി സൊല്യൂഷൻ 2 നോക്കിയേ. സൊല്യൂഷൻ 2 ആണെങ്കിൽ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ അത് പിങ്ക് കളറായി. അതുപോലെ തന്നെ നമ്മൾ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോൾ അത് പെയിൽ യെല്ലോ കളർ ആവുന്നു എന്നാണ് പറയുന്നത്. ഫോംഡ് റെഡ് കളർ വെൻ ദ സൊല്യൂഷൻ വാസ് ആഡഡ് ടു ദ ക്ലോത്ത് റബ്ബഡ് വിത്ത് ടർമറിക്. അതായത് ടർമറിക് വെച്ച് റബ്ബ് ചെയ്ത ക്ലോത്ത് നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്നാണ് പറയുന്നത്? റെഡ് കളർ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സെക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്, ലിസ്റ്റ് ഔട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2 ഗിവൻ ഇൻ ദ ടേബിൾ. ഈ ടേബിളിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ 1ൻ്റെയും സൊല്യൂഷൻ 2ൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ, റൈറ്റ് ഡൗൺ എനി ടു ജനറൽ പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ ടു. സൊല്യൂഷൻ ടുവിൻ്റെ ഏതെങ്കിലും രണ്ട് ജനറൽ പ്രോപ്പർട്ടി പറയാനായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ അത് രണ്ടും ഫസ്റ്റ് എയും ബിയും ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം സി പാർട്ടിൽ വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് റൈറ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് റൈറ്റ് പെയർ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ അത് തെറ്റാണല്ലേ. മാനുഫാക്ചറിങ് ഓഫ് സോപ്പ് കോസ്റ്റിക് സോഡയാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് അറിയാം, അത് ശരിയാണ്. പക്ഷെ പ്രിപ്പറേഷൻ ഓഫ് പിക്കിൾ എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണോ? അല്ല, അസറ്റിക് ആസിഡ്, അതായത് വിനീഗറാണ് ഇവിടെ വരുന്നത് അല്ലേ, വിനീഗറാണ് വരുന്നത്. ഇനി മാനുഫാക്ചർ ഓഫ് പെയിൻറ്റിനും കോസ്റ്റിക് സോഡ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ് അല്ല കോസ്റ്റിക് സോഡ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്, മാനുഫാക്ചറിങ് ഓഫ് സോപ്പാണ് കോസ്റ്റിക് സോഡ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ആൻസർ, മാനുഫാക്ചറിങ് ഓഫ് സോപ്പ് കോസ്റ്റിക് സോഡ എന്നുള്ളതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പേര്. ദെൻ സൊല്യൂഷൻ വണ്ണിൻ്റെയും സൊല്യൂഷൻ ടുവിൻ്റെയും ജനറൽ പ്രോപ്പർട്ടീസ്, അത് നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സൊല്യൂഷൻ ടു ആണെങ്കിൽ റെഡാണ് ബ്ലൂ ആക്കി മാറ്റും അല്ലേ, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറ്റും. സ്ലിപ്പറി ഫീലാണ്. ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. ഇതെല്ലാമാണ് സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ സൊല്യൂഷൻ വണ്ണിൻ്റെയും സൊല്യൂഷൻ ടുവിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദെൻ ബി പാർട്ടിൽ ജനറൽ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. ജനറൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ആൽക്കലിയും പൊസസ് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള സവിശേഷതകൾ. അതിൽ നമുക്ക് പറയാവുന്ന ഒന്നാണ് റെഡിനെ ബ്ലൂ ആക്കുക, അതെല്ലാ ആൽക്കലീസിൻ്റെയും കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സ്ലിപ്പറി അല്ലെങ്കിൽ സോപ്പി ഫീൽ, അതും എല്ലാ ആൽക്കലീസിൻ്റെയും അല്ലെങ്കിൽ ബേസിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചറാണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അതായത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ റിസൾട്ട് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് ഫോം ചെയ്യുന്നത്, സിങ്ക് നമ്മൾ വിനീഗർ പീസിലേക്ക് സിങ്ക് ആഡ് ചെയ്യുന്നു, രണ്ടാമത്തത് വിനീഗറിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നു ആണെങ്കിൽ ഇതിൻ്റെ ഗ്യാസസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം വിനീഗറിലേക്ക് സിങ്ക് പീസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ്റെ ഫലമായി ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അതേസമയം വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്താണ്, കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ, കാർബൺ ഡയോക്സൈഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ദ മെത്തേഡ് ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഉള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഗ്യാസിനെ ആദ്യം തന്നെ നമ്മളൊരു ബേണിംഗ് ലിറ്റ് മാച്ച് അതിൻ്റെ മുകളിലേക്ക് കാണിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ്. അതേസമയം നമ്മൾ ആ ഗ്യാസിനെ ഒരു ലൈം വാട്ടറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അത് മിൽക്കി ആയിട്ടുണ്ടെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിലേതൊക്കെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലീസ് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് പറയാം സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇവിടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കലിയാണ്. രണ്ടാമത്തേത് ഇവിടെ നമുക്ക് രണ്ട് കണ്ടെയ്നേഴ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടെയ്നേഴ്സിലും സോപ്പിന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ഏതാണ്, നമുക്കറിയാം സ്റ്റീൽ ബക്കറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് സ്റ്റീൽ റിയാക്ട് ചെയ്യില്ല, സ്റ്റീൽ ഡസ് നോട്ട് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് നമുക്ക് പറയാം. ദെൻ വൈ ആർ സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആഡഡ് വൈൽ മേക്കിംഗ് സോപ്പ്, അതായത് നമ്മൾ ഈ സോപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തിനാണ് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, സോഡിയം സിലിക്കേറ്റ് സോപ്പ് ഹാർഡൻ ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ സ്റ്റോൺ പൗഡർ ഇതിന് ഫില്ലറായിട്ട് ആക്ട് ചെയ്യും, അതായത് സോപ്പിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യിക്കാനുമായിട്ടാണ് നമ്മൾ സ്റ്റോൺ പൗഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, seeds are received by Sonu and Meenu from their school is given below. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് സീഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. They wrote the method of planting the seeds in their science diary. Complete a table. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ മിസ്സായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മിസ്സായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക, അതായത് സീഡ്സ് ദാറ്റ് ആർ പ്ലാന്റഡ് ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സീഡ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ നിന്ന്, പീ, പംകിൻ, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗാർഡ്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് സീഡ്സിനെ പ്ലാന്റ് ചെയ്യാം. ദെൻ സീഡ്സ് ദാറ്റ് ആർ നോട്ട് പ്ലാന്റഡ് ഡയറക്റ്റ്ലി പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത സീഡ്സ് ഏതൊക്കെയാണ്, സ്പിനീച്ച്, ബ്രിഞ്ചാൾ, ചില്ലി, ടൊമാറ്റോ, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ്ലി പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത സീഡ്സ് ആണ്. സോ ഡയറക്റ്റ്ലി പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത സീഡ്സ് ഏതൊക്കെയാണ്, സ്പിനാച്ച്, ബ്രിഞ്ചാൾ, ചില്ലി, ടൊമാറ്റോ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത്
Minu got the better yield than Sonu. Write any two factors that might help the Minu in getting better yield. അതായത് മീനുവിന് ബെറ്റർ ഈൽഡ് കിട്ടാനായിട്ടുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മീനുവിന് ബെറ്റർ ഈൽഡ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ്, ഇറിഗേഷൻ, ഫെർട്ടിലൈ സോയിൽ, ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, ഇതെല്ലാം ആക്ച്വലി ഒരാൾക്ക് എന്തുകൊണ്ട് നല്ല ഈൽഡ് കിട്ടി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ക്ലൈമറ്റും ഇറിഗേഷനും ഫെർട്ടൈൽ സോയിലും ക്വാളിറ്റി സീഡ്സും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, different methods of producing quality seeds or planting material are given below. കുറച്ച് മെത്തേഡ്സ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ലെയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആണ് ബി പാർട്ടിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലെയറിംഗ് ആണ് അല്ലേ. ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ ഇൻ വൺ പ്ലാന്റ് ആണ്. അതിനെ ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നത് ലെയറിംഗ് എന്നാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രൊഡ്യൂസിങ് ക്വാളിറ്റി സീഡ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി ക്വാളിറ്റി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതെന്താണ്, ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഗ്രാഫ്റ്റിങ്ങും മാംഗോ ട്രീന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഫീച്ചറാണ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ടുള്ളത്. It enables us to combine the most desirable characteristics of the two plants and in their flower and fruits. അതായത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്ലാന്റ്സ് ഫ്ലവറിൽ ഫ്രൂട്ട്സിലും എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് enable us to combine the most desirable characteristics of the two plants in their flower and fruit എന്ന്. ഓക്കെ, then മെറിറ്റ്സ് ഓഫ് ലെയറിംഗ് എന്ന് പറയുമ്പോൾ possess the quality of mother plant, സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അതായത് ലെയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റീസ് ഉള്ള മദർ പ്ലാന്റിനെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സ്മോൾ സൈസും ആണ്, അതുപോലെ അതിന് ലൈഫ് സ്പാൻ ഷോർട്ടാണ്. ആൻഡ് ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ ഡീമെറിറ്റ്സ് ഓഫ് ലെയറിംഗ് ആണ്. ലെയറിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ലൈഫ് ഷോർട്ടർ ആണെന്ന് നമുക്ക് പറയാം. ദെൻ ടാക്ക് റൂട്ട് സിസ്റ്റം ഇവിടെ ആബ്സെൻ്റ് ആണ്. ദെൻ റിക്വയർ മോർ കെയർ, നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുത്ത് വേണം ഇങ്ങനെയുള്ള ലെയറിംഗ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ചെടികളെ വളർത്താനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ബ്രാഞ്ച് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദിസ് പാരന്റ് പ്ലാന്റ് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ് റൂട്ട്. അതായത് ഈ റൂട്ട് സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പാരന്റ് പ്ലാന്റിനെ ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യനുകൾ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്ലെറ്റ്. അതായത് പുതിയൊരു പ്ലാന്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരെന്താണ്. രണ്ടാമത്തത്, റൈറ്റ് ഡൗൺ എനി ടു മെറിറ്റ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്. അതായത് ഈ ഒരു മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റ്ലെറ്റിൻ്റെ രണ്ട് മെറിറ്റ്സ് എന്താണ് എന്നുള്ളത് പറയാനായിട്ടാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മെത്തേഡിൻ്റെ പേരെന്താണ്, ലെയറിംഗ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ most of the plants can be grown this way and the plantlet have the quality of the parent plant. Parent plantൻ്റെ ക്വാളിറ്റീസ് എന്താണോ അത് തന്നെ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളിലും ഉണ്ടാകും. ദെൻ ഈ ലെയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് കൂടുതൽ ഫാസ്റ്റർ ആയിരിക്കും ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ലെയറിംഗ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, steps of producing new plantlets in this method are given below. Write them in the correct order. നമുക്ക് കുറച്ച് പ്ലാന്റ്ലെറ്റിനെ എങ്ങനെ, അതായത് പുതിയ പ്ലാന്റ്ലെറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ടല്ല ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ നോക്കാം. ആദ്യം തന്നെ നമ്മൾ നല്ല ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അതായത് ഏത് പ്ലാന്റ്ലെറ്റിനെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അതിൻ്റെ ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആ ബാർക്ക് നമ്മൾ പീൽ ഓഫ് ചെയ്യുക, സർക്കുലർ ഷേപ്പിൽ പീൽ ഓഫ് ചെയ്യുക. അതിനുശേഷം ആ പീൽ ചെയ്ത ഭാഗം നല്ല രീതിയിൽ കവർ ചെയ്യുക. കുറച്ച് മോയ്സ്ചർ, അതായത് കോക്കനട്ട് ഫൈബേഴ്സ് ആൻഡ് സോയിലിൻ്റെ ഒരു സ്ലൈറ്റ്ലി മിക്സ്ചർ, ആ ഒരു മോയ്സ്ചർ കണ്ടിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് പീൽ ഓഫ് ചെയ്യുക, കവർ ചെയ്യുക. കവർ വിത്ത് എ പോളിത്തീൻ ഷീറ്റ്, നമ്മളൊരു പോളിത്തീൻ ഷീറ്റ് വെച്ച് ഇത് കവർ ചെയ്യുക. ദെൻ കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇൻ ദ സോയിൽ. അതിന് ശേഷം ആ ബ്രാഞ്ചിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സോയിൽ എന്ത് ചെയ്യണം, അതിനെ പ്ലേസ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, what are the methods adopted to produce good sapling with high yield? Explain any one. അതായത് നമ്മൾ നല്ല രീതിയിൽ നല്ല സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹൈ ഈൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ ഏതാണ്, ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഗ്രൂപ്പ് ദ ഫോളോയിങ് വെറൈറ്റി ഓഫ് സീഡ്സ് സ്യൂട്ടബിളി. തന്നിരിക്കുന്ന സീഡ്സിന്
സ്യൂട്ടബിൾ ആയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ അന്നപൂർണ, ഭാഗ്യലക്ഷ്മി, അനുഗ്രഹ, അനാമിക, ജ്വാലാമുഖി, കിരൺ, ലോള, ഹ്രസ്വ ഇത്രയും സീഡ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ടെന്നറിയാം. ഹൈബ്രിഡൈസേഷൻ, ക്രോപ്പ് റൊട്ടേഷൻ, ഇൻ്റർ ക്രോപ്പിംഗ്, ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് എഴുതാം. അതിനുശേഷം അതിലേതെങ്കിലും ഒരെണ്ണം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഹയർ ക്വാളിറ്റിയിലുള്ള സ്പീഷീസുകളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ from the seeds thus produced, those with superior quality are collected. These are hybrid seeds. Superior qualities ഉള്ള സീഡ്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതായത് പ്ലാന്റ്സും ഹൈബ്രിഡ് സീഡ്സും ആണ്. പാഡിയുടെ ഹൈബ്രിഡ് സീഡ്സ് ആണ് അന്നപൂർണ, ഹ്രസ്വ. അത് ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പീയുടെ ആണെങ്കിൽ ഭാഗ്യലക്ഷ്മിയാണ്, ചില്ലി, ജ്വാലാമുഖി, അനുഗ്രഹ, ആൻഡ് ലേഡീസ് ഫിംഗർ ആണെങ്കിൽ കിരൺ, അനാമിക, ദെൻ കൗപ്പി ആണെങ്കിൽ ലോല. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പ്ലാന്റ്സും അതിൻ്റെ ഹൈബ്രിഡ് സീഡ്സും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫോളോയിങ് ആർ ദ പെക്യുലാരിറ്റി ഓഫ് ടു ടൈപ്പ് ഓഫ് ഗുവ. രണ്ട് ടൈപ്പ് ഓഫ് ഗുവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെറൈറ്റി എ, വെറൈറ്റി ബി. ഇതിൻ്റെ പെക്യുലാരിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സാപ്ലിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് ടു വെറൈറ്റീസ്. അതായത് ഈ രണ്ട് വെറൈറ്റീസും ക്രോസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാപ്ലിങ്ങിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സാപ്ലിംഗ് 1 എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് ടു ഡിസീസാണ്. ഡിസീസിന് അധികം റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സാപ്ലിംഗ് ആണ് സാപ്ലിംഗ് 1. പക്ഷേ അത് വളരെ സൈസ് കൂടുതലാണ്, അതിൻ്റെ സ്വീറ്റ്നെസ് വളരെ കുറവാണ്. അതാണ് സാപ്ലിംഗ് 1 എന്ന് പറയുന്നത്. അപ്പോൾ സാപ്ലിംഗ് 2, 3, 4 ഇതിൻ്റെ എല്ലാം ക്വാളിറ്റീസ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കത് നോക്കാം. സാപ്ലിംഗ് 2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ഫ്രൂട്ട്സ് കൂടുതൽ സ്വീറ്റ് ആയിരിക്കും, ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ ഫ്രൂട്ട്സിൻ്റെ സൈസ് സ്മോളർ ആയിരിക്കും. സാപ്പിൾ 3 ആണെങ്കിൽ അവിടെ വരാനുള്ള ചാൻസ് ഡിസീസസിൻ്റെ റെസിസ്റ്റൻസ് കുറവാണെങ്കിലും ഫ്രൂട്ട് സ്വീറ്ററും ഫ്രൂട്ടിൻ്റെ സൈസ് കുറവായിരിക്കും. ദെൻ സാപ്ലിംഗ് 4 ആണെങ്കിൽ ഡിസീസിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണ്, ഫ്രൂട്ട് സ്വീറ്ററാണ്, അതുപോലെ തന്നെ ഫ്രൂട്ട് സൈസ് ബിഗറാണ്. സാപ്ലിംഗ് 5 ആണെങ്കിൽ ലോ റെസിസ്റ്റൻസ് ടു ഡിസീസാണ്, ഡിസീസസിന് റെസിസ്റ്റൻസ് കുറവാണ്, ഫ്രൂട്ട്സ് ആർ മോർ സ്വീറ്റ് ആൻഡ് ഫ്രൂട്ട് ആർ ബിഗ്. ഫ്രൂട്ട് ബിഗും ആയിരിക്കും, ഫ്രൂട്ട് കൂടുതൽ സ്വീറ്ററും ആയിരിക്കും. സോ ഇത്രയാണ് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സാപ്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി സ്പീഷീസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിൻലി നമുക്കിവിടെ എഴുതാനായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഹൈബ്രിഡ് പ്ലാന്റ് വിച്ച് ഹാവ് ദ മോസ്റ്റ് ഡിസൈറബിൾ ക്വാളിറ്റി ഓഫ് ദിസ് ടു വെറൈറ്റീസ്. അതായത് ഈ രണ്ട് ക്വാളിറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഈ രണ്ട് വെറൈറ്റീസ് ഉള്ള ഈ പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ഹൈബ്രിഡ് പാഡി സീഡ്സ്. അതായത് ഏതെങ്കിലും 2 പാഡി സീഡ്സിൻ്റെ ഹൈബ്രിഡ് പാഡി സീഡ്സിൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഹൈ ആൻഡ് ക്വിക്ക് ഈൽഡ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ. അതായത് ഈ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത ഈ ഒരു ക്വാളിറ്റി സീഡിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണ്? അവർ നല്ല രീതിയിൽ ഹൈയും അതുപോലെ തന്നെ ക്വിക്ക് ഈൽഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ റെസിസ്റ്റൻറ്റുമായിരിക്കും എന്ന് നമുക്ക് പറയാം. പിന്നെ പാഡി സീഡ്സിൻ്റെ, അതായത് ഏതെങ്കിലും 2 ഹൈബ്രിഡ് പാഡി സീഡ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ ഇതെല്ലാം എഴുതാം. ഇതെല്ലാം ക്വാളിറ്റി ഹൈബ്രിഡ് സീഡ്സ് ആണ്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് 7 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളുടെ റിവിഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഓണം എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ റാപ്പിഡ് റിവിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്, അതുപോലെ തന്നെ ഹാപ്പി ഓണം ഓൾസോ.